അപ്പൊ നമുക്ക് ഇന്ന് നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം എന്ന് പറയും. അതിനെ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ, അതിനെ ഒരു എന്താ പറയണ്ട, ഒരു സാധാരണ രീതിയിൽ പറയുമ്പോൾ ഡി ആൻഡ് സി എന്നാണ് സാധാരണ നമ്മൾ അതിനൊരു നൊട്ടേഷൻ പറയുന്നത്, ഡി ആൻഡ് സി അൽഗോരിതം. ഈ ഡി ആൻഡ് സി അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വലിയൊരു പ്രോബ്ലം കിട്ടുന്നു, ആ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു അൽഗോരിതം ഏറ്റവും മിനിമം സെറ്റിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് ആ സെറ്റിൽ നിന്നും അങ്ങനെയുള്ള ആ സെറ്റുകളിൽ ഒരു ഫംഗ്ഷൻ റിക്കസീവ് ആയിട്ട് എല്ലായിടത്തും കൊടുത്തിട്ട് അവസാനം മാക്സിമത്തിൽ വന്നിട്ടൊരു ഫൈനൽ സൊല്യൂഷൻ കൊണ്ടുവരും. ഇതാണ് ഇപ്പൊ ഒരു 10 നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 നമ്പറായിട്ട് ഒരു 5 സെറ്റായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ 2 സെറ്റിൽ നിന്നുള്ള മാക്സിമം കാണുന്നു, 2ന്റെ മാക്സിമം കാണുന്നു, പിന്നെ ഈ മാക്സിമത്തിന്റെ മാക്സിമം, ആ മാക്സിമത്തിന്റെ മാക്സിമം, അങ്ങനെ ഏറ്റവും മോള് വരെ വരും. അപ്പൊ ഇതാണ് ശരിക്കും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇതാണ് ഇവിടെ ഒരു പ്രശ്നമുള്ളത്. ഡിവൈഡ് ആൻഡ് കോൺകർ വരുമ്പോഴത്തേനും ഓരോ സബ്സെറ്റിനും ചെറിയ സെറ്റ് എടുക്കുന്നതിനെല്ലാം ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. പിന്നെ ഈ സൊല്യൂഷനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എടുക്കുന്നതിന് ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ വിചാരിക്കാം, ഇത്രയേ ഉള്ളൂ, ഒരു വലിയ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ആ സബ്സെറ്റുകളിൽ അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ട അവസാനം ഈ സൊല്യൂഷൻസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അൽഗോരിതത്തില് കോംപ്ലക്സിറ്റി വരുമ്പോൾ T(n1 + T(n2 + ഇങ്ങനെ പോയിട്ട് എത്ര എണ്ണം ഉണ്ടോ അത്രയും പറഞ്ഞിട്ട് പ്ലസ് F(n) എന്ന് പറയും. കമ്പൈൻ ചെയ്യുന്നതിന്റെ ഒരു പിന്നെ ഇതാണ് ആ പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്തേക്കാം. ഷെയർ ചെയ്തിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോഴത്തേന് ഡിവൈഡ് ആൻഡ് കോൺകർ ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ്. നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ബൈ ബ്രേക്കിംഗ് ഡൗൺ ഇൻടു സിംപ്ലർ സബ് പ്രോബ്ലംസ്, സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ദെൻ കമ്പൈനിങ് ദ സൊല്യൂഷൻസ് ടു സോൾവ് ദ ഒറിജിനൽ പ്രോബ്ലം, suitable for problems that can be recursively divided into smaller parts that are easier to manage and solve. അതായത് പറഞ്ഞതിന്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സബ് പ്രോബ്ലംസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ സബ് പ്രോബ്ലംസിൽ സെയിം ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ. ഫസ്റ്റ് യു ഹാവ് ടു ഡിവൈഡ് ദ പ്രോബ്ലം സെറ്റ് ഇൻടു small subsets and you have to apply an algorithm on all these subsets. That simply means that algorithm must be suitable for all the subsets. എല്ലാ സബ്സെറ്റ്സിനും അത് സ്യൂട്ടബിൾ ആയിരിക്കണം. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരുമ്പം അതിനെ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം T(n) is equal to T(n1 plus T(n2 plus ഏതാണ്ട് ഈ ഒരു സ്റ്റൈൽ വരും. ഈ N1 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റിന്റെ സൊല്യൂഷൻ, N2 എന്ന് പറയുന്നത് വേറെ എണ്ണത്തിന്റെ, ഇങ്ങനെ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യാനായിട്ട് F(n). അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്നത്. കോംപ്ലക്സ് പ്രോബ്ലം may break down into smaller sub problems, solving each sub problem independently and then combining their solutions. കമ്പൈനിങ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ F(n) എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം, പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിന്റെ ഒരു ഐഡിയ കിട്ടും. അത് തന്നെ വേറൊരു ലാംഗ്വേജ് പറഞ്ഞിരിക്കുകയാണ്. ഡിവൈഡ് ആൻഡ് കോൺകർ മീൻസ് ബ്രേക്കിംഗ് ഡൗൺ ദ പ്രോബ്ലം, അതായത് ഡിവൈഡ് ചെയ്യുന്നതിനാണ്, അതാണ് ബ്രേക്കിംഗ് ഡൗൺ, ഡിവൈഡ്, ആൻഡ് സോൾവിങ് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതാണ് കോൺകറിങ്. റിഡ്യൂസ്ഡ് ടൈം കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആർ ദ അഡ്വാൻറ്റേജ്. കാരണം സെയിം ഫംഗ്ഷൻ തന്നെ റെക്കസീവ് ആയിട്ട് വിളിക്കുക, വേറെ ഫംഗ്ഷൻ, അപ്പൊ അതിന്റെ ഒരു കോംപ്ലക്സിറ്റിയേ വരുന്നുള്ളൂ. അപ്പം ടൈം കോംപ്ലക്സിറ്റിയും കുറയും, എഫിഷ്യൻസിയും കൂടും. പക്ഷേ കണ്ടീഷൻ ഇതുണ്ട്, ഓരോ ഇതിനും യൂസ് ചെയ്യാൻ സെയിം അൽഗോരിതം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് പറ്റുന്നില്ലെങ്കിൽ ഈ അൽഗോരിതം വർക്കാകും, ആകില്ല.
അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബൈനറി സെർച്ച്, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ കാണും, ബൈനറി സെർച്ചിനകത്ത് നമുക്കൊരു കീ എലമെന്റ് ഉണ്ടെങ്കിൽ ആ കീ എലമെന്റ് നിങ്ങൾ മിഡിലിൽ നിന്ന് നോക്കും. സോർട്ടഡ് ആണ്, മിഡിലിൽ നിന്ന് നോക്കും. മിഡിലിൽ നിന്ന് നോക്കിയിട്ട് മിഡിലിനേക്കാളും ചെറുതാണ് നമ്മൾ മിഡിലെ എലമെന്റ് ഏതാന്ന് നോക്കും. കീ എലമെന്റ് മിഡിലിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ലോവർ ഹാഫിലേക്ക്, അല്ലെങ്കിൽ അപ്പർ ഹാഫിലേക്ക്. മനസ്സിലായി? ആ രീതിയിൽ ആ അൽഗോരിതത്തിനെ നമ്മൾ അപ്ലൈ ചെയ്യും. കാണിക്കാതെ എങ്ങനെ ഇതാണ് ഇതിന്റെ ഇതാണ് ഡിവൈഡ് എന്ന് പറഞ്ഞാല് ബ്രേക്ക് ദ പ്രോബ്ലം ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലംസ്. കോൺകർ എന്ന് പറഞ്ഞാൽ സോൾവ് ഈച്ച് സബ് പ്രോബ്ലം റെക്കസീവ്ലി ഇഫ് ദ സബ് പ്രോബ്ലം ഈസ് സിമ്പിൾ ഇനഫ് ടു സോൾവ്. അതായത് സിമ്പിൾ ആയത്തക്ക വിധം, ഇത് അപ്ലൈ ചെയ്യത്തക്ക വിധത്തിൽ, ഒരു സിമ്പിൾ ആകുന്ന വിധത്തിൽ ഒരു സബ്സെറ്റ് കിട്ടുന്നിടം വരെ ഡിവൈഡ് ചെയ്യും. പിന്നെയാണ് പ്രധാനം കമ്പൈൻ ദ സൊല്യൂഷൻസ് ഓഫ് സബ് പ്രോബ്ലംസ് ടു ഫോം എ സൊല്യൂഷൻ ടു ഒറിജിനൽ പ്രോബ്ലം. അതായത് ഒറിജിനൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ സബ് പ്രോബ്ലംസിന്റെ എല്ലാം കൂടെ സൊല്യൂഷൻസിനെ കമ്പൈൻ ചെയ്ത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണും. അവിടെ വരുന്ന അതാണ് ഈ പറയുന്ന f(n) എന്ന് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ചില പ്രോബ്ലംസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ബൈനറി സെർച്ച്, സ്ട്രാസൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇതില് ഈ സ്ട്രാസൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻസിനെ എല്ലാം തന്നെ അഡീഷനും പിന്നെ സബ്ട്രാക്ഷനുമായിട്ട് മാറ്റും. മൾട്ടിപ്ലിക്കേഷന്റെ നമ്പറുകൾ കുറച്ചുകൊണ്ട് അഡീഷനും സബ്ട്രാക്ഷനും കൂട്ടിയിടും. ഇതാണ് സ്ട്രാസൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അഡീഷനും സബ്ട്രാക്ഷനും കൂട്ടിയെടുത്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കും. കാണിക്കാം. ഇതതിന്റെ രീതിയാണ്. മെയിൻ പ്രോബ്ലം ഇതാണ്. മെയിൻ പ്രോബ്ലം ഇത് സബ് പ്രോബ്ലംസ് ആണ്. ഈ സബ് പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. എന്നിട്ട് ഈ സബ് പ്രോബ്ലത്തിന്റെ സബ് സൊല്യൂഷൻസ് ആണ് ഇതെല്ലാം. ഈ സബ് സൊല്യൂഷൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ സൊല്യൂഷനിലേക്ക് വരും. മനസ്സിലായ? മെയിൻ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ സബ് പ്രോബ്ലത്തിനെല്ലാം സബ് സൊല്യൂഷൻ, ഈ സബ് സൊല്യൂഷനെ എല്ലാം കൂടെ സൊല്യൂഷൻ ആക്കിയിട്ട് ഫൈനൽ സൊല്യൂഷൻ. ഇവിടെ ബൈനറി സെർച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ലൊക്കേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ എ സോർട്ടഡ് അറേ. ഈ കീ ഈസ് ഫൗണ്ട് അറ്റ് മിഡിൽ പൊസിഷൻ ഓഫ് അറേ ലോഗരിതം ടെർമിനേറ്റ്. നമ്മുടെ ചോദിച്ച എലമെന്റ് മിഡിൽ പൊസിഷനിൽ കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് ലോഗരിതം അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അരയെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് കീയെ നമ്മുടെ കിട്ടിയ കീ ഇതിനേക്കാളും ചെറുതാണെങ്കിൽ പ്രൊസീഡ് വിത്ത് ലെഫ്റ്റ് പാർട്ട്, അതായത് ലെസർ പാർട്ടിലേക്ക് പോകും, അതർവൈസ് റൈറ്റ് പാർട്ട്. എന്നിട്ട് ഇത് എൻഡ് ചെയ്യുന്നിടം വരെ ഇത് റിപ്പീറ്റ് ചെയ്യും. ഓരോ തവണയും സോൾവ് ചെയ്യുക, അവസാനം ഒബ്റ്റെയിൻ ചെയ്യും റിസൾട്ട്. അൽഗോരിതം ഇവിടെ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം, നിങ്ങളുടെ ബുക്കിലുണ്ട്, നോക്കുക. അവിടെ ഇത്രയേ ഉള്ളൂ. ലോവർ ഇൻഡെക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കൊടുക്കും. അപ്പർ ഇൻഡെക്സ് n, 0 എന്ന് പറയുന്നത് 0 ഫസ്റ്റ് എലമെന്റ് എന്നുള്ളൂ. അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് n, സൈസ് ഓഫ് ദ അറേ. എന്നിട്ട് പറയാണ് വൈൽ ലോവർ ഇൻഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ്, മിഡിൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ലോവർ ഇൻഡെക്സ് പ്ലസ് അപ്പർ ഇൻഡെക്സ് ബൈ 2. ലോവർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സിനേക്കാൾ കുറവാണെങ്കിൽ മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ലോവർ ഇൻഡെക്സ് പ്ലസ് അപ്പർ ഇൻഡെക്സ് ബൈ 2 അങ്ങനെ കുറയ്ക്കും. എന്നിട്ട് if a of upper index is equal to x, return middle index. Else if x less than a of middle index, upper index നെ middle index -1 ആക്കും, അല്ലെങ്കിൽ ലോവർ ഇൻഡെക്സിനെ മിഡിൽ ഇൻഡെക്സ് +1 ആക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നമുക്കിവിടെ ഒരു സെറ്റ് തന്നിരിക്കുകയാണ്. ഈ സെറ്റ് തന്നു കഴിഞ്ഞ് ഈ സെറ്റിനകത്ത് എലമെന്റ്സ് ഇങ്ങനെ -15, -6, 0 ഇങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. അവിടെ നമ്മൾ ലോ, ഇത് 14 ഇതാണ് ലോ ആയിട്ട്, ഇപ്പൊ ഇവിടെ 0 അല്ല 1 വെച്ചു. അപ്പൊ 14 എലമെന്റ്സിന്റെ 14 വെച്ചു. എന്നിട്ട് നമുക്ക് കാണേണ്ടത് 112 ആണ് ഉണ്ടോന്നാണ്. അപ്പം 1ഉം 14ഉം കൂടെ ചേർന്ന് 15, അതിന്റെ പകുതി 7.5 എടുക്കുകയില്ല, 7 എടുക്കും. എന്നിട്ട് മിഡിൽ ഉണ്ടോ എന്ന് നോക്കും. A7 എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7 54ആണ്.
നമുക്ക് വേണ്ടത് 112. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന 54 നമുക്ക് വേണ്ടത് 112. അപ്പൊ 54 112 കുറവായതുകൊണ്ട് നമ്മൾ സ്മോളർ പാർട്ടിലേക്ക് പോകും. സ്മോളർ പാർട്ടിലേക്ക് പോകുമ്പോൾ അതിന് പറയുന്ന രീതി എന്താണെന്ന് വെച്ചാൽ മിഡ് പ്ലസ് ഉണ്ടോ, അതായത് 114 മിഡ് കൊടുത്തു, മിഡ് പ്ലസ് 17 ഇങ്ങനെ കൊടുത്തു, പിന്നെ അടുത്തടുത്ത് നോക്കും. ഇപ്പം ഈ പറയുന്ന സാധനം സോറി ഇത് 54 അത് 112 കുറവാണ്. അപ്പൊ അപ്പർ പാർട്ടിലേക്ക് പോകും. അപ്പർ പാർട്ടിലേക്ക് പോകുമ്പോൾ മിഡ് പ്ലസ് 1 എന്നിട്ട് അപ്പർ, എന്നിട്ട് അതിന്റെ പകുതി നോക്കും. അവിടെ ആണോ എന്ന് നോക്കും. അവിടെ ആണോ എന്ന് നോക്കുമ്പോഴത്തേന് അവിടെ 123. അത് 123 112 കൂടുതലാണ്. ഉടനെ എന്ത് ചെയ്തു, ലോവർ പാർട്ട് അങ്ങനെ തന്നെ നിർത്തിയിട്ട് അപ്പർ പാർട്ടില് ഇവിടെ മിഡ് -1 വരും, 18, 9 വരും. എന്നിട്ട് A(9) നോക്കും. A(9) നോക്കുമ്പോൾ 101 ആണ്, അത് ലെസ് ആൻ 1. അപ്പൊ പിന്നെ അപ്പറിലോട്ട് പോകണം. 9 നിന്ന് കൂട്ടി 10, ഈ 10 അങ്ങനെ തന്നെ ഇപ്പം 10. ഉടനെ A(10) നോക്കും, 112. ഒന്നുകൂടെ പറയാം, ലോവർ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 0, അപ്പർ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 1. പക്ഷെ നമ്മുടെ അൽഗോരിതത്തിൽ അത് ലോവർ ഇൻഡെക്സ് 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വൈൽ ലോവർ ഇൻഡെക്സ് ലെസ് ദാൻ അപ്പർ ഇൻഡെക്സ്, മിഡിൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ദിസ്, മിഡിൽ ഇൻഡെക്സ് എടുത്തു റിട്ടേൺ. അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ആണെങ്കിൽ അപ്പർ ഇൻഡെക്സ് മിഡിൽ ഇൻഡെക്സ് -1, എക്സ് അല്ലെങ്കിൽ മിഡിൽ ഇൻഡെക്സ് +1. ഇനി ഇതൊന്ന് നോക്കുക. ഇവിടെ 15, ഇത് 14 എലമെന്റ്സ് ഉണ്ട്. ഇവിടെ ലോ ആയിട്ട് കിട്ടുന്ന വാല്യൂ ലോ 1 ആയിട്ടും ഹൈ 14 ആയിട്ടും എടുക്കും. 1ഉം 14ഉം ആയിട്ട് എടുക്കും. 0 ആണെന്നുണ്ടെങ്കിൽ ഇത് 13 ആവും, അത്രേ ഉള്ളൂ. 1ഉം 14ഉം ആയിട്ട് എടുക്കും. ഈ 15 ഡിവൈഡ് ചെയ്ത് 2 ആക്കി 7 ആണ്. എന്നിട്ട് വി ആർ ലുക്കിംഗ് ഫോർ A(7). അപ്പൊ A(7) എന്ന് പറയുന്നത് 54 ആണ്. ആക്ച്വലി വി ആർ ലുക്കിംഗ് ഫോർ 112 അല്ലെ. 54 ഈസ് ലെസ് ദാൻ 112. അപ്പൊ ഇനി അപ്പർ പാർട്ടിലോട്ട് പോകണല്ലോ. അതായത് ലെസ് ആണെന്നുണ്ടെങ്കിൽ അപ്പർ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് എന്ന് പറയും. എൽസ് ലോവർ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് +1. അപ്പൊ ഇവിടെ 54 കുറവാണ് ഈ 112. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ മിഡിൽ ഇൻഡെക്സിനോട് 1 കൂട്ടി അപ്പർ സെയിം, കാരണം അപ്പർ പോർഷനിലേക്ക് പോവാണ്. മിഡിൽ ഇൻഡെക്സിനോട് 1 കൂട്ടി അപ്പർ 14 ആയിട്ട് തന്നെ നിർത്തും. എന്നിട്ട് അതിന്റെ മിഡ് കാണും 11. A(11) കാണും. A(11) എന്ന് പറയുന്നത് 125 ആണ്. അത് ഗ്രേറ്റർ ദാൻ നമ്മൾ ഈ പറഞ്ഞ സാധനം. അപ്പൊ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വേണം, അപ്പൊ 11 വന്നു, ലോവറിലേക്ക് പോകണം. അപ്പൊ ഇവിടെ ലോ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഈ മിഡ് എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് മിഡ് 10, 8, 10, 9 വരും. A(9) 101. അത് ലെസ് ദാൻ 112. അപ്പൊ അതിന്റെ അർത്ഥം ഇനി അപ്പർ പാർട്ടിലോട്ട് പോകണം. അപ്പർ പാർട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മിഡിന്റെ കൂടെ ഒന്ന് ചേർക്കണം. മിഡ് +1 10, അപ്പർ അങ്ങനെ 10 അവിടെ നമ്മൾ 112 കണ്ടു. ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വരാം. നിങ്ങൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കുക. ഇത് അത് തന്നെ, ഇതുപോലെ തന്നെ വേറൊരെണ്ണമാണ്. ഇവിടെ പിന്നെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പം 9 എണ്ണമാണ് ഉള്ളത്. 1ഉം 9ഉം കൊടുത്തു, എന്നിട്ട് അതിന്റെ പകുതി കണ്ടു. പകുതി വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു, 101 ആണോ എന്ന് നോക്കുന്നു. എന്നിട്ട് അല്ല എന്ന് കാണുന്ന ഉടനെ, ലെസ് ആണെന്ന് കാണുന്ന ഉടനെ അപ്പറിലേക്ക് പോകുന്നു. അങ്ങനെ ഇതുണ്ട്. 9, 8 എടുത്തു, ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇതേ പ്രോസസ്സ് ഇത് തന്നെ റെക്കസീവ് രീതിയിൽ ചെയ്യാം. റെക്കസീവ് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനറി ഫംഗ്ഷനെ അതായത് വേറൊരു ഒന്നുകൂടെ ബൈനറി സെർച്ചിനെ കോൾ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. എങ്കിലും അതിന്റെ എഫക്റ്റ് സെയിം ആണ്. ഇനി മറ്റൊന്നാണ് മെർജ് സോർട്ട്. മെർജ് സോർട്ട് എന്ന് പറഞ്ഞത് ബേസ്ഡ് സോർട്ടിങ് അൽഗോരിതം. അത് നിങ്ങളുടെ പേജ് 34 കിടപ്പുണ്ട്. അതിന്റെ divide array into 2 equal subarrays. Compare first element of 2 subarrays. എന്നിട്ട് conquer each subarray by performing sort operation. Apply recursion unless subarray sufficiently small. ഇത് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അത് ആദ്യം നോക്കാം. ഇവിടെ ഇപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് കുറെ എലമെന്റ്സ്. ഈ എലമെന്റ്സിനെ ആദ്യം 2 ആയിട്ട് തിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇതിനെ പിന്നെ സബ്ഡിവൈഡ് ചെയ്യും, പിന്നെ സബ്ഡിവൈഡ് ചെയ്യും. ഈ സബ്ഡിവൈഡ് ചെയ്ത എലമെന്റ്സിന്റെ മാക്സിമവും മിനിമവും കാണും. ഇതേ രീതിയിൽ മാക്സിമവും മിനിമവും കണ്ടിട്ട് ഇതിനെ അങ്ങ് സോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ സോർട്ട് ചെയ്യും.
എന്നിട്ട് ഈ സോർട്ട് ചെയ്ത രണ്ടെണ്ണത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് സോർട്ട് ചെയ്യും. അപ്പൊ ഇത്ര എലമെന്റ് ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ഓർക്കുക. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ആ ബുക്കിലെ ഒന്നുകൂടെ നോക്കാം. ഇത് വലിയൊരു പ്രോബ്ലം ആണ്. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് അവസാനം 2, 1, 2 എന്നുള്ള രീതി വന്നിട്ട് ആദ്യം ഇതുകളെ സോർട്ട് ചെയ്യും, പിന്നെ ഇതിനോട് ചേർത്ത് സോർട്ട് ചെയ്യും, പിന്നെ ഇതിനോട് ചേർത്ത് സോർട്ട് ചെയ്യും, ഇതുപോലെ തന്നെ സോർട്ട് ചെയ്യും, എന്നിട്ട് ഇത് രണ്ടും കൂടെ സോർട്ട് ചെയ്ത് മർജ് ചെയ്യും. അതായത് 10 എലമെന്റ് ഉണ്ടെങ്കിൽ 5, 5 എന്ന് തിരിച്ചിട്ട് 5 പിന്നെയും ഡിവൈഡ് ചെയ്ത് മറ്റതും ഡിവൈഡ് ചെയ്ത് ഓരോ സബ് ഗ്രൂപ്പിനെയും സോർട്ട് ചെയ്ത് എന്നിട്ട് ഈ സോർട്ട് ചെയ്ത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. അതുപോലെ തന്നെ അപ്പുറത്തെ സബ് ഗ്രൂപ്പിനെ ഇതുപോലെ ഇപ്പം 8, 8 എന്നാണെങ്കിൽ 2, 2 4 ഗ്രൂപ്പ് ഇവിടെ കാണും. അതുപോലെ തന്നെ 2, 2 4 ഗ്രൂപ്പ് അവിടെ കാണും. ഈ 2, 2നെ ഓരോന്നിനെ സോർട്ട് ചെയ്ത് ഇപ്പുറത്തുനിന്ന് സോർട്ട് ചെയ്യും. അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് സോർട്ട് ചെയ്യും. എന്നിട്ട് ഈ 2 ഗ്രൂപ്പിനെ വെവ്വേറെ സോർട്ട് ചെയ്തതിനെ പിന്നെ കമ്പൈൻ ചെയ്ത് സോർട്ട് ചെയ്യും. അപ്പൊ ഒരു സോർട്ടിങ് അപ്പുറത്തും ഇപ്പുറത്തും നടന്നതുകൊണ്ട് ഈ കമ്പൈൻ ചെയ്തുള്ള സോർട്ടിങ് വളരെ പെട്ടെന്ന് നടക്കും. അതാണ് അതിന്റെ ഐഡിയ. അങ്ങനെ പേജ് നമ്പർ 38 ഒരു കൊച്ചു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കുക. ഇത് വലിയൊരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഈ സ്ലൈഡ് കിട്ടുമ്പോൾ ഇതൊന്ന് നോക്കിക്കോളൂ. ഇപ്പൊ ഇത് കാണാൻ പാടായിരിക്കും. സ്ലൈഡ് കിട്ടുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതിനകത്ത് ഒരു 8-10 എലമെന്റ് ഉണ്ട്. ഇതുപോലുള്ള ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ 2 എണ്ണം ഡിവൈഡ് ചെയ്യുക, പിന്നെയും ഡിവൈഡ് ചെയ്യുക, അങ്ങനെ. ഇതിന്റെ കാര്യത്തില് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. n ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് എങ്കിൽ ടി ഓഫ് എൻ ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് എങ്കിൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി റെക്കസീവ് ആയിട്ടാണ് പറയുന്നത് 2t ഓഫ് n/2 പ്ലസ് സി എൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ച മാസ്റ്റർ മെത്തേഡ് ശ്രദ്ധിക്കണം. a ഇൻറ്റു ടി ഓഫ് n ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ എന്നുള്ള ഫോർമാറ്റിൽ ചെയ്ത ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് 2 ആവും. എ ബി എന്ന് പറയുന്നതും 2 ആവും. അപ്പൊ ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് 2 ടു ദ ബേസ് 2, ദാറ്റ് ഈസ് 1. എഫ് ഓഫ് എന്നിനെ n റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബിയുമായിട്ട് കമ്പയർ ചെയ്യണം. എ ഈസ് ഈക്വൽ ടു n റേസ് ടു ലോഗരിതം ഓഫ് a to the base b ഏതാ? ലോഗരിതം ഓഫ് 2 to the base 2, that is 1. അപ്പം 2 log ഇങ്ങനെ വരും, that is n. അപ്പൊ അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് അത് രണ്ടും വെച്ച്, അപ്പൊ അതിന്റെ അർത്ഥം എന്നതാണ്, ഇത് അതിനകത്ത് വരുന്ന ഒരു പർട്ടിക്കുലർ കേസ് 2 ആയിട്ട് വരും, ഈക്വൽ. അപ്പൊ ആ മാസ്റ്റർ മെത്തേഡിൽ അതിന് ഇത് കൊടുത്തിട്ടുണ്ട്, തീറ്റ ഓ എൻ ലോഗ് എൻ ആയിട്ട് വരും. തീറ്റ ഓ എൻ ലോഗ് എൻ, അത് ആ മാസ്റ്റർ മെത്തേഡിൽ അതിന്റെ ഈക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഈക്വേഷൻ നിങ്ങൾ നോക്കുക. ഇത് കാണുന്നതിന്റെ രീതി ഞാൻ പറയാം. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t ഓഫ് n/2 പ്ലസ് സി എൻ എ ടി ഓഫ് n ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ എന്നെടുത്തു കഴിഞ്ഞാൽ ഈ കേസ് വരുമ്പോൾ a 2 ആണ്, അതുപോലെ തന്നെ ബിയും 2 ആണ്, എഫ് ഓഫ് എൻ n ആണ്. അപ്പൊ ലോഗരിതം ഓഫ് a ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് 2 ടു ദ ബേസ് 2, ദാറ്റ് ഈസ് 1. എന്നിട്ട് എഫ് ഓഫ് എന്നിനെ n റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി, n റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് 2 ടു ദ ബേസ് 2, ദാറ്റ് ഈസ് n റേസ് ടു 1, ദാറ്റ് ഈസ് n. അപ്പൊ എഫ് ഓഫ് n ഇവിടെ n ആണ്, ഇതും n ആണ്. അപ്പൊ അത് ഈക്വൽ ആണ്. ആ കേസിൽ നമ്മുടെ സൊല്യൂഷൻ പറയുന്നത് തീറ്റ ഓഫ് n ലോഗ് n എന്ന് എഫിഷ്യൻസിയെ, ടൈം കോംപ്ലക്സിറ്റിയെ എടുക്കാം എന്നുള്ള രീതിയിലാണ്. ഇനി ഇതാണ് ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത്. ഇത് ഈ ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇത്രയും എലമെന്റ് 5, 3, 1, 9, 6, 8 ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇത് പൈവോട്ട് എലമെന്റ് ആയി. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഇത് എന്ത് ചെയ്യുമെന്നറിയോ? ഇതിനെ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിന്റെ ലെഫ്റ്റിലോട്ടെല്ലാം അതിനേക്കാൾ ചെറുതും റൈറ്റിലോട്ടുള്ളതെല്ലാം അതിനേക്കാൾ വലുതും. എന്തുകൊണ്ട് അത് സോർട്ടഡ് ആയിരിക്കണമെന്നില്ല. ഇതിപ്പം ഇവിടുന്ന് ഇതിനെ നമ്മൾ പൈവോട്ട് എലമെന്റ് ആയിട്ട് എടുത്തു. 5ൽ നിന്ന് ഇതിൽ നിന്ന് ചെറുത് കിട്ടുന്നിടം വരെ, അതായത് ഇതിൽ നിന്നും വലുത് കിട്ടുന്നിടം വരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതിൽ നിന്ന് ഇതിപ്പം അതെ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചെറുത് കിട്ടുന്നിടം വരെ ഇങ്ങോട്ട് പോകും. അപ്പൊ 5ൽ നിന്ന് 8 കിട്ടുമ്പോഴത്തേന് അത് വലുതായി.
അതുപോലെ തന്നെ 7-ൽ നിന്ന് ചെറുത് കിട്ടുന്നിടം വരെ ഇങ്ങോട്ട് പോകും. ഇവിടെ വരുമ്പോൾ 2 ആവും. അങ്ങനെ ചെറുത് ഇപ്പം 5-ൽ നിന്ന് ഇങ്ങോട്ട് കിട്ടി വന്നപ്പം 8 കിട്ടി, അത് മാക്സിമം. 7-ൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മിനിമം കിട്ടി 2. ഉടനെ എന്ത് ചെയ്തു? 2ഉം 8ഉം കൂടെ ഇന്റർചേഞ്ച് ചെയ്യും. മനസ്സിലായി? പിന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളുക, ആ വാല്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഇതേ പ്രോസസ്സ് തന്നെ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതിനേക്കാൾ വലുത് വരും. ഇവിടെ വരുമ്പോൾ 8 കിട്ടും. ഇവിടെ വരുമ്പോൾ ഇതിനേക്കാളും ചെറുത് ഇവിടെ വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? ഐയുടെ വാല്യൂ ഈ ഒരു പ്രത്യേക കേസ് വരുമ്പം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഇതിനേക്കാളും ആദ്യം എന്ന് പറഞ്ഞാൽ ഐ വാല്യൂവും J7 ആ രീതിയിലാണ്. ഐയുടെ വാല്യൂ കൂടും, ഐയുടെ വാല്യൂ 6 ആകും, ജെയുടെ വാല്യൂ 5 ആകും. ഐയുടെ വാല്യൂ കൂടുകയും ജെയുടെ വാല്യൂ കുറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ 5 എന്ന് പറയുന്നത് ഈ 2 ഈ പാർട്ടീഷൻ എലമെന്റ് ith എലമെന്റിലോട്ടും വരും, ith എലമെന്റ് പാർട്ടീഷൻ എലമെന്റിലേക്കും വരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ 2, 3, 1, 4, 5, 8, 9, 7. ഈ 5 എന്ന് പറയുന്ന ഇതിന്റെ ലെഫ്റ്റിലല്ല അതിനേക്കാൾ ചെറുതും, അതിന്റെ റൈറ്റിലല്ല അതിനേക്കാൾ വലുതുമായിരിക്കും. അതായത് ഇവിടുന്ന് 5-ൽ നിന്ന് മുമ്പോട്ട് വരിക, മുമ്പോട്ട് വന്ന് കൂടുതലുള്ളതാണ് കാണുക ഇവിടെ വന്നു. അതുപോലെ തന്നെ 7-ൽ നിന്ന് ഇങ്ങോട്ട് വരിക, ഇടത്തോട്ട് വരിക, അതിനേക്കാൾ കുറവ് ഇവിടെ വരെ വരും. ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതേ പ്രോസസ്സ്. ഇതിനേക്കാൾ കൂടുതലുള്ളത് മുമ്പോട്ട് വരിക, ഇങ്ങോട്ട് വരിക, പിന്നെ അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറവുള്ളത് ഇങ്ങോട്ട് വരിക. അങ്ങനെ വന്ന് ഐയുടെ വാല്യൂ എപ്പോഴാണോ ജെയേക്കാളും വലുതാകുന്നത് ആ സമയത്ത് നമ്മൾ ഈ പാർട്ടീഷൻ എലമെന്റ് എന്ന് പറയുന്നതിനെ എടുത്ത് ആ ith പൊസിഷനിൽ നിൽക്കും, ith എലമെന്റിനെ എടുത്ത് പാർട്ടീഷൻ. ഇപ്പൊ ഇവിടെ 2, 3, 1, 4, 5, 8, 9, 7 എന്ന്. ഇപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് 5-ന്റെ ഈ 5 ആയിരുന്നല്ലോ നമ്മുടെ പാർട്ടീഷൻ എലമെന്റ്. 5-ന്റെ റൈറ്റ് സൈഡിലല്ല അതിനേക്കാൾ കൂടുതലും, 5-ന്റെ ലെഫ്റ്റ് സൈഡിലല്ല അതിനേക്കാളും കുറവുമായിട്ട് വരും. ഇപ്പൊ ഇത് അതുപോലെ ഒരു വലിയ ഒരു ഇതാണ്. ഇതുപോലെ ഒരു സെറ്റ് പറഞ്ഞിരിക്കുകയാണ്. ആ സെറ്റ് പിന്നെ നിങ്ങൾ നോക്കുക, ഐ ഇങ്ങനെ മുമ്പോട്ട് വരുന്നു, ജെ ഇങ്ങനെ വരുന്നു. അത് നിങ്ങൾ സ്ലൈഡ് കിട്ടുമ്പം ആ സ്ലൈഡിനകത്ത് നോക്കുക. ഏതായാലും യൂസ് ചെയ്തിരിക്കുന്ന ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇത് വലിയൊരു പ്രോബ്ലം ആണ്. ഈ ടൈപ്പ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. സ്ലൈഡിനകത്ത് നിങ്ങൾ ഇതൊന്ന് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വരും, I2 9 ആകും. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇവിടെ വന്നുമ്പോ ഐ ഉണ്ടോ, ഐ ഇതിനേക്കാൾ കൂടുതലായി. അവിടെ നമ്മൾ പാർട്ടീഷൻ എലമെന്റിനെ കൊണ്ട് അവിടെ വെക്കും, ആ എലമെന്റിനെ കൊണ്ട് ഇപ്പുറത്ത് വെക്കും. ഇതാണ് അതിന്റെ അൽഗോരിതം. ഈ P<R പാർട്ടീഷൻ, ഇത് ആ പറഞ്ഞ ഇത് തന്നെയാണ്. പാർട്ടീഷൻ ചെയ്ത് ക്വിക്ക് സോർട്ട് ചെയ്യുന്ന ഇതാണ്. n log n എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇത്. പക്ഷേ മെർജ് സോർട്ടിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിഗ് ഓഫ് n എക്സ്ട്രാ സ്പേസ് വേണം അത് പെർഫോം ചെയ്യാൻ. സ്മോൾ സൈസിന് ഇത് പറ്റുകയില്ല. റിപ്പീറ്റഡ് എലമെന്റ്സ് സോർട്ടഡ് അറേയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അതിനെ സ്റ്റേബിൾ എന്ന് പറയും. എക്സ്ട്രാ സ്പേസ് വേണം. അറേ ഓഫ് സ്മോൾ സൈസിന് ഇത് പറ്റുകയില്ല, സ്റ്റേബിൾ ആണ്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രാസൻസ് മെത്തേഡ്. അതായത് ഓർഡിനറി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ 8 മൾട്ടിപ്ലിക്കേഷനും 4 അഡീഷൻസും, സ്ട്രാസനിൽ അത് 7 മൾട്ടിപ്ലിക്കേഷനും 18 അഡീഷൻ ഓർ സബ്ട്രാക്ഷനുമാണ് വരുന്നത്. അപ്പം സാധാരണ രീതിയിൽ കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് n⁻³ വരും. ഇത് റിഡ്യൂസ് ചെയ്ത് ബിഗ് ഓഫ് n⁻².81 എന്ന് വരും. അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം A11, A12, A21, A22. അപ്പം ഇത്രയും വന്നു കഴിഞ്ഞ് ഇത് B11, B12, B21, B22 മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. C11, C12, C21, C22. ഇതിൽ C11 എന്ന് പറയുന്നത് A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21 ആണല്ലോ. A11 ഇൻറ്റു B11, A12 ഇൻറ്റു B21, A11 ഇൻറ്റു B11, A12 ഇൻറ്റു B21. അതേപോലെ തന്നെ അടുത്ത C12 എന്ന് പറയുന്ന എലമെന്റ് A11 ഇൻറ്റു B12, അതുപോലെ തന്നെ A12 ഇൻറ്റു B22. ഇതേപോലെ A21 ഇൻറ്റു B11, A22 ഇൻറ്റു B21. പിന്നെ ഇതുപോലെ തന്നെ A21 ഇൻറ്റു B12, A22 ഇൻറ്റു B22. ഇത്രയും ഈക്വേഷൻസ് ഇവിടെ വരികയാണ്.
C11 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്, അഡീഷൻ കുറവുമാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി കൂടുതലാണ്. അപ്പൊ സ്റ്റാർസൺസ് മെത്തേഡ് കൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻസിനെ ഒരുപാട് എണ്ണത്തിനെ അഡീഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ഞാൻ കാണിച്ചിരിക്കുന്നത്. 1 2 3 4 3 4 1 2 സാധാ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 into 3, അതുപോലെ തന്നെ 2 into 1 അതെടുത്തു, 5 കിട്ടി. അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 1 into 4 2 into 2 അതും എടുത്തു. അതപ്പം 6 4 8 കിട്ടി. അതുപോലെ തന്നെ 3 into 3 4 into 1 അതെടുത്തു, അതിന്റെ വാല്യൂ 13 കിട്ടി. ഇതേപോലെ തന്നെ 3 into 4 4 into 2 8 കിട്ടി. അപ്പൊ അത് 12 8 20, 5 8 13 20. അപ്പൊ ഇത് ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ഒരു എന്താ പറയണ്ടത്, ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രോസസ്സാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സ്റ്റാർസൺസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, സ്റ്റാർസൺസ് മെത്തേഡില് ഈ മൾട്ടിപ്ലിക്കേഷൻസ് വളരെ റിഡ്യൂസ് ചെയ്തുകൊണ്ട് അഡീഷനും സബ്ട്രാക്ഷനും കൂട്ടിയിരിക്കുക. അതെങ്ങനെയെന്ന് ഇങ്ങനെ വിചാരിക്കാം. പി എന്ന് പറയുന്നത് കുറെ വാല്യൂസ് അതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യും ആദ്യം തന്നെ. പി ഈസ് ഈക്വൽ ടു, ഇപ്പം ഈ A11 എന്ന് പറയുന്നത് പഴയ ഈ A11 തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് A11, ഇത് A12, ഇത് A21 A22 B11 B12 B21 B22. ആ രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ ഈക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. P is equal to A11 plus A22 into B11 plus B22. Q is equal to A21 plus A22 ബ്രാക്കറ്റില് into B11. അതുപോലെ R is equal to A11 into B12 minus B22. അതുപോലെ തന്നെ S is equal to A22 into B21 minus B11. ഇങ്ങനെ T വരെ U V ഇങ്ങനെ കുറെ ഈക്വേഷൻസ് വരെയാണ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. P Q R S T U V എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് C11 എന്ന് പറയുന്നത് P plus S minus T plus, C12 എന്ന് പറയുന്നത് R plus T, C21 എന്ന് പറയുന്നത് Q plus S, C22 എന്ന് പറയുന്നത് P plus R minus Q plus V. ഇങ്ങനെ കാണണം. ഇനി അത് നമുക്ക് നോക്കാം നമ്മുടെ പ്രോബ്ലത്തിൽ അതെങ്ങനെ വരുമെന്ന്. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റാർസ്, അതായത് ഇക്വേഷൻ നോക്കണം. A11 plus A22 into B11 plus B22. A11 plus B22 into ഇതല്ലേ, അതായത് A11 plus A22. ഇവിടെ വരുമ്പോഴോ A11 plus A22. പിന്നെ അതുപോലെ B11 plus B22, B11 plus B22. ഇത് രണ്ടും കൂടെ വന്നു 25 അല്ലെ. അതേപോലെ തന്നെ A21 plus A22 into B11. ഇനി നിങ്ങൾ ആ ഈക്വേഷൻ എല്ലാം നോക്കുക. ഈക്വേഷൻ എല്ലാം നോക്കുന്ന സമയത്ത് ഇതേപോലെ കുറെ വാല്യൂസ് കിട്ടും. പിക്ക് അപ്പൊ ഇതറിയാമല്ലോ, ഇത് A11 ആണ്, ഇത് A12 ആണ്, ഇത് A21 ആണ്, A22 ആണ്, ഇത് B11 ആണ്, ഇത് B12 ആണ്, ഇത് B21 ആണ്, B22 ആണ്. ഇത്രയും കണ്ടു കഴിയുമ്പം പി എന്ന് പറയുന്നത് കാണാനായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യുക. A11 A22 ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പിയും ക്യൂവും ആറും എസും ടിയും യുവും ബിയും ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കും. അത് നിങ്ങൾ തന്നെ പിന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്നിട്ട് C11 കാണാൻ നോക്കുകയാണ്. അപ്പൊ P plus S minus P plus V എന്ന് പറയും. അവിടെ 5 കിട്ടും. P plus S 33 അല്ല, P minus S, P plus S minus, അതായത് ഇത് വരുന്ന -8 ആണ്. 25 minus 8 അത് -8 ആണ്. പിന്നെ -T -6, പിന്നെ എന്താ പറയണ്ടേ,
പ്ലസ് വി, വി എന്ന് പറയുന്നത് -6 ആണ്. അപ്പൊ 25 5 കിട്ടും. ഇതേപോലെ തന്നെ C12 R+T ആണ്. 6 പിന്നെ 2 T 6 8 കിട്ടും. C21 എന്ന് പറയുന്നത് Q+S ആണ്. 21 -18, അത് -18 ആണ്, 13 കിട്ടും. C22 എന്ന് പറയുന്നത് P+R - Q, P+R 27 -Q 21 6 പ്ലസ് Q 20 കിട്ടും. 6 + 14 20 കിട്ടും. അപ്പം ഇതേ arrived at the same result with lesser multiplications and added addition and subtraction. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലെസർ മൾട്ടിപ്ലിക്കേഷൻ വരികയും പിന്നെ സബ്ട്രാക്ഷനും അഡീഷനും ആഡ് കൂടുകയും ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കുറയും. ഇവിടെ ഒരു ചെറിയ കോംപ്ലക്സിറ്റി റിഡക്ഷൻ വരുന്നുണ്ട്, ചെറുതേ വരുന്നുള്ളൂ. ബിഗ് ഓഫ് n³ എന്നുള്ളത് ബിഗ് ഓഫ് n⁻².8 എന്ന് വരും. നമുക്ക് ഈ ഡിവൈഡ് ആൻഡ് കോൺകർ ഒന്നുകൂടെ നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഒരുവിധം നിങ്ങൾക്ക് വരുന്ന മെത്തേഡ്സ് എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പറയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് പ്രോബ്ലം എടുത്തിട്ട് ബ്രേക്കിംഗ് ഡൗൺ ഇൻറ്റു സ്മോളർ സബ് പ്രോബ്ലംസ് അല്ലേ. അതിപ്പം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പറയാണ് 1, 3, 5, 6 ചെറിയ ഇതുവരെയാണ്. ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 1ഉം 3ഉം 5ഉം 6ഉം വേറെ വേറെ ആക്കി ഇതിലെ മാക്സിമം കാണാനാണ് വെച്ചു. 1ന്റെയും 3യുടെയും കൂടെ മാക്സിമം ആദ്യമേ കാണും, 5ന്റെയും 6ന്റെയും കൂടെ മാക്സിമം ആദ്യമേ കാണും. അപ്പൊ താഴെ 4 ലീഫ് നോഡുകൾ, അതിന്റെ ഒരു രണ്ടിനും ഓരോ പേരന്റ് വെച്ച് വരും. അപ്പൊ അതിന്റെ 3 ഇവിടെ, 5 6ന്റെ 6 അവിടെ, പിന്നെ 3യുടെയും 6ന്റെയും കൂടെ മാക്സിമം 6. ഇതാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും കാണാനുള്ള സൊല്യൂഷൻ, ഓരോന്നിന്റെയും കാണാനുള്ള കോംപ്ലക്സിറ്റിയും അതിന്റെ കൂടെ തന്നെ ഓരോന്നിന്റെയും കാണാൻ എന്ന് പറയുമ്പോൾ T(n1 + T(n2) അങ്ങനെയുള്ള കോംപ്ലക്സിറ്റി, പിന്നെ കമ്പൈൻ ആയിട്ട് ഇതിന് സൊല്യൂഷൻ ചെയ്യാനുള്ള f(n). ഇതാണ് ഇതിനകത്ത് വരുന്ന ഇത് ഡിവൈഡ് ആൻഡ് കോൺകർ മീൻസ് ബ്രേക്കിംഗ് ഡൗൺ ദ പ്രോബ്ലം, അതായത് ഡിവൈഡിങ് ദ പ്രോബ്ലം ആൻഡ് സോൾവിങ് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, കോൺകർ ചെയ്യുക. റിഡ്യൂസ്ഡ് ടൈം കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. അപ്പൊ അവിടെ ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിഡ്യൂസ്ഡ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി എന്നും പറഞ്ഞു കഴിയുമ്പോഴത്തേന് പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ പ്രോബ്ലം മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ എ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാം അവിടെ ഉണ്ട്. ഇതിലെ ടേംസ് ഇതാണ്. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ പ്രോബ്ലം ഇൻറ്റു സ്മോളർ സബ് പ്രോബ്ലംസ്. കോൺകർ എന്ന് പറഞ്ഞാൽ സോൾവ് ഈച്ച് സബ് പ്രോബ്ലം റിക്കർസീവ്ലി. ഇഫ് ദ സബ് പ്രോബ്ലം ഈസ് സിമ്പിൾ ഇനഫ്, സോൾവ് ഇറ്റ് ഡയറക്ട്ലി. എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. 1 3 5 6 എന്ന് പറഞ്ഞല്ലോ, 1 3 ആയിട്ടും 5 6 ആയിട്ടും ബ്രേക്ക് ചെയ്യുക, അതാണ് ഡിവൈഡ്. എന്നിട്ട് 1 3യുടെ മാക്സിമം 3, 5 6ന്റെ മാക്സിമം 6. അങ്ങനെ ആദ്യത്തെ അതേ ഫംഗ്ഷൻ തന്നെ രണ്ടാമത്തെ അതേ ആർഗ്യുമെന്റ് വെച്ച് റെക്കസീവ് ആയിട്ട് വിളിക്കുക. എന്നിട്ട് അതും കഴിഞ്ഞ് 1 3യുടെയും 5 6ന്റെയും കൂടെ മാക്സിമമായ 3യും കൂടെ ചേർന്നുകൊണ്ട് പിന്നെ ഒരു മാക്സിമം കമ്പൈൻ ചെയ്യും. അവസാനം ഈ സൊല്യൂഷൻസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. ഇതാണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം. മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ബൈനറി സെർച്ച്, സ്ട്രാസൻ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫിഗർ. ഈ ഫിഗർ അതായത് ഒരു മെയിന്, സബ് പ്രോബ്ലംസ്, സബ് പ്രോബ്ലത്തിന്റെ സബ് സൊല്യൂഷൻസ്, കമ്പൈൻഡ് ഒരു സൊല്യൂഷൻ, ഇത് മുഴുവൻ. ബൈനറി സെർച്ച് നമുക്ക് ആദ്യം നോക്കാം. ഫൈൻഡ് ലൊക്കേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ എ സോർട്ടഡ് അറേ. ഇതാണ്. ഇഫ് ഹി ഈസ് ഫൗണ്ട് അറ്റ് മിഡിൽ പൊസിഷൻ, മിഡിൽ പൊസിഷനിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് 2 സബ് അറേ ആയിട്ട് നിന്നിട്ട് നമ്മുടെ കീ സ്മോളർ ദാൻ മിഡിൽ വാല്യൂ ആണെന്ന് വെച്ചു. ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഭാഗത്തേക്ക് ലെഫ്റ്റ് പാർട്ടിലേക്ക് ഇത് പോകും, അല്ലെങ്കിൽ റൈറ്റ് പാർട്ടിലേക്ക് പോകും. ലെഫ്റ്റ് പാർട്ടിലേക്ക് പോകാനും റൈറ്റ് പാർട്ടിലേക്ക് പോകാനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അൽഗോരിതം തരും. എന്നിട്ട് സബ് അറേ രണ്ടിനെയും കോൺകർ ചെയ്തിട്ട് പഴയ പോലെ തന്നെ കമ്പൈൻ ചെയ്ത് സോൾവ് ചെയ്യും. ഇതിന്റെ ഇതാണ് ലോവർ ഇൻഡെക്സ്. ഇപ്പൊ ഇതിനകത്ത് 0 എന്ന് പറയുന്നു, അതിപ്പം 1 എന്ന് കൊടുത്താൽ അപ്പൊ അതിനനുസരിച്ച് അപ്പർ ഇൻഡെക്സ് കൊടുത്താൽ മതി. അപ്പർ ഇൻഡെക്സ് തന്നെ വൈൽ ലോവർ ഇൻഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ്, മിഡിൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ലോവർ ഇൻഡെക്സ് പ്ലസ് അപ്പർ ഇൻഡെക്സ് ബൈ 2. 1ഉം 10ഉം ആണെങ്കിൽ മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഈ ഫേ ഓഫ് മിഡിൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു
A of 5 എന്ന് പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ് എങ്കിൽ അവിടെ വെച്ച് ആൻസർ ആയി മിഡിൽ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക. കാരണം ആ പൊസിഷൻ നമ്മൾ കണ്ടു. അതല്ല, if x is less than A of middle index ആണെന്ന്, അങ്ങനെയാണെങ്കിൽ ലോവർ പാർട്ടിലേക്ക് പോകണമല്ലോ. അപ്പം അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് മിഡിൽ ഇൻഡെക്സിൽ നിന്നൊന്ന് കുറയ്ക്കും. അത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഊഹിക്കാമല്ലോ. 1 to 5-നകത്തും 5-ന് 6 ഉണ്ടെങ്കിൽ 5-ൽ കണ്ടപ്പോൾ കണ്ടില്ല, അതിലും ചെറുതാണെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ടല്ലേ പോകുന്നത്. താഴോട്ട് പോകുമ്പോൾ അതിന്റെ അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 - ആ 5th പൊസിഷനിൽ നിന്ന് താഴെ 4th ആകും. ലോവറിൽ മാറ്റം വരുന്നില്ല. ഇതേപോലെ തന്നെ തിരിച്ചാണെങ്കിൽ ലോവർ ഇൻഡെക്സ് മിഡിൽ ഇൻഡെക്സിൽ നിന്നൊന്ന് കൂട്ടും, പിന്നെ അപ്പർ ഇൻഡെക്സ് പഴയ പോലെ തന്നെ ഇടും. ഇതാണ് ഇത്. ഇപ്പൊ ഇവിടെ പറയുന്നത് -15, -6, 0, 7, 9, 8 ഇത്രയും ഇങ്ങനെ കുറെ എലമെന്റ്സ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു 112 കാണും. അപ്പൊ നമ്മള് 14 എലമെന്റ് ഉണ്ട്. നിങ്ങൾ തന്നെ കുറെ എലമെന്റ്സ് ഉണ്ടാക്കി നോക്കിയാലും മതി. 14 എലമെന്റ്സ് ഉണ്ട്. അവിടെ ലോ 1 ഹൈ 14 എന്നിട്ട് 14 1 15 / 2, പക്ഷെ മിഡ് 7 ആയിട്ട്. നമുക്ക് വേണ്ടത് ഇതിനകത്ത് 112 ഉണ്ടോന്നാണ്. -15, -16, 0, 7, 8, 23, 34, 85, 82 ഇങ്ങനെ കുറെ വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേന് എന്താ പറയണ്ടേ, ഇത് A of 7 അതുണ്ടോ എന്ന് നോക്കിയപ്പോ ഇല്ല. അത് 54 ആണ്. അത് 112-നേക്കാൾ ചെറുതാണ്. അപ്പൊ നാച്ചുറലി വി ഹാവ് ടു ഗോ അപ്വേർഡ്സ്. അപ്പൊ അടുത്ത ലോവർ പാർട്ട് എന്തായിരിക്കും? മിഡ് +1. ഇവിടെ മിഡ് 7 ആയിരുന്നു, ഇവിടെ മിഡ് ഇപ്പൊ 8. അപ്പുറം വ്യത്യാസമൊന്നുമില്ല, 14 തന്നെ നിൽക്കും. 22. മിഡ് 11. A of 11 നോക്കി, പക്ഷേ 125 ആണ്, ഗ്രേറ്റർ ദാൻ 112. അപ്പൊ ഇനി എങ്ങോട്ട് പോകണം? ലോവർ പാർട്ടിലേക്ക് പോകണം. ലോവർ പാർട്ടിലേക്ക് പോകുമ്പോൾ ലോവർ എലമെന്റ് അങ്ങനെ തന്നെ നിൽക്കും, അപ്പർ പാർട്ട് മിഡിൽ -1 ആണ്. ഇവിടെ മിഡിൽ 11 ആയിരുന്നു, ഇത് 10 ആയി. പകുതി കണ്ടു, 9. A of 9 കണ്ടു, അത് 101 ആണ്, ലെസ് ദാൻ 112. ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പർ പാർട്ടിലേക്ക് പോകണം. മിഡ് +1 10, ഹൈ മാറ്റമില്ല 10, മിഡ് 10. A of 10 നോക്കിയപ്പോൾ 112 തന്നെ. അപ്പം അത് സക്സസ്ഫുൾ ആയിട്ട് കിട്ടി. ഇതാണ് അതിന്റെ മെയിൻ. ഇതേപോലെ തന്നെ ഇതും വരും. അതായത് 3 ഏതാണ്ട് 9 എലമെന്റ് ഉള്ള ഒരെണ്ണമാണ്. 1ഉം 9ഉം വെച്ചു 5 പറഞ്ഞു. അതിനകത്തുനിന്ന് ഒരു എലമെന്റ് നോക്കുകയാണ്, A of 5. അപ്പൊ അവിടെ ഈ പറഞ്ഞ 121 ഉണ്ടോ നോക്കി, 9 ഇല്ല. അപ്പം ലോവറിലേക്ക് പോയി, പിന്നെ ലോവറിൽ നിന്നു, പിന്നെ അപ്പറിലെ, അങ്ങനെ നോക്കുക. അതിപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന്റെ മെത്തേഡ് ഇത് തന്നെയാണ്. ഇത് റെക്കസീവ് ആയിട്ട് ഈ ബൈനറി സെർച്ച് വിളിക്കുന്നതാണ്. അതായത് ഒരു അൽഗോരിതം വന്നു കഴിഞ്ഞാൽ അതിനെ റെക്കസീവ് ആയിട്ട് വിളിക്കുക. അതായത് പിന്നെയും പിന്നെയും അതേ അൽഗോരിതത്തിനെ തന്നെ വിളിക്കുക. അപ്പം നേരത്തെ കണ്ട പോലല്ല, ബൈനറി സെർച്ചിനെ തന്നെ വിളിക്കുക. റെക്കസീവ് എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ്. അത് നിങ്ങളൊന്ന് വായിച്ചു. ഇനി അടുത്താണ് മെർജ് സോർട്ട്. മെർജ് സോർട്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ ബേസ്ഡ് ഓൺ സോർട്ടിംഗ് അൽഗോരിതം. അവിടെ ഡിവൈഡ് ദ അറേ ഇൻടു 2 ഈക്വൽ സബ് അറേസ്, കമ്പയർ ഫസ്റ്റ് എലമെന്റ് ഓഫ് 2 സബ് അറേസ്, എന്നിട്ട് ഓരോന്നിനെ ഇത് ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ. 10 എലമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 5 5 എന്ന് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഇപ്പുറത്തപ്പം 2 2 എന്ന് കാണുകയല്ല, 3 2 എന്ന് ഡിവൈഡ് ചെയ്യുക. 3 2. ഈ 3 2-നെ 2 1, അപ്പൊ ഇപ്പുറത്ത് 2 1 2 എന്നും വരും, അപ്പുറത്തും 2 1 2 എന്ന് വരും. ഈ 2 എണ്ണത്തിനെ സോർട്ട് ചെയ്തു, പിന്നെ ആ 2-നെയും 1-നെയും കൂടെ സോർട്ട് ചെയ്തു, പിന്നെ അത് സോർട്ട് ചെയ്തു, പിന്നെ മൊത്തം സോർട്ട് ചെയ്തു, പിന്നെ ലെഫ്റ്റിനെ സോർട്ട് ചെയ്തു. ഇതാണ് അതിന്റെ മെക്കാനിസം. ഇവിടെ അത് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഇത്രയും എലമെന്റ്, അതായത് 310, 285 ഇങ്ങനെ കുറെ എലമെന്റ്സ് കിടക്കുകയാണ്. ഇപ്പുറത്തും കുറെ എലമെന്റ് ഉണ്ട്. അപ്പൊ ഇത് മിക്കവാറും 3 2 5 10 എണ്ണം ഉണ്ട്. ഈ 10 എണ്ണത്തിന്റെ നടുക്കും നിങ്ങൾ ആദ്യം ഒരു സ്ലാഷ് കൊടുക്കുക, ലെഫ്റ്റും റൈറ്റ്. ഇതിനെ പിന്നെ ലെഫ്റ്റിൽ എടുത്തിട്ട് 2 2 ഡിവൈഡ് ചെയ്യത്തില്ല, അപ്പൊ 3 2 ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് ഇവിടെ അതുപോലെ തന്നെ, ഇവിടെ ഇപ്പൊ ആദ്യം ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ചെയ്യാം. പിന്നെ അതും കഴിഞ്ഞ് ഇതിനെ 2 എണ്ണമാക്കുക, ഇതൊന്ന്, ഇതിനെ 2.
എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത് തമ്മിൽ സോർട്ട് ചെയ്യുന്നു, പിന്നെ ഇതും കൂടെ സോർട്ട് ചെയ്യുന്നു, പിന്നെ ഇത് രണ്ടും കൂടെ സോർട്ട് ചെയ്യും. എന്നിട്ട് ഇത് സോർട്ട് ചെയ്ത ഈ സോർട്ടഡ് സെറ്റും ഇത് രണ്ടും കൂടെ സോർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതും കൂടെ സോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊരു സോർട്ടഡ് കമ്പൈൻഡ് സെറ്റായി. ഇതിനെ സോർട്ട് ചെയ്യുന്നു, ഈ രണ്ടിനെയും കൂടെ സോർട്ട് ചെയ്യുന്നു. അതായത് അതാണ് മെർജ് സോർട്ട് എന്ന്. അങ്ങനെ സോർട്ട് ചെയ്യും, അങ്ങനെ ഇത് മൊത്തം സോർട്ട് ചെയ്യും. അപ്പത്തേന് ഭയങ്കര സ്പീഡിൽ ഈ സോർട്ടിങ് ആണ്. ഇതേ പ്രോസസ്സ് ഇവിടെയും നടക്കും. അപ്പൊ ഇവിടെ ഒരു സോർട്ടഡ് സെറ്റ്, ഇവിടെ ഒരു സോർട്ടഡ് സെറ്റ്, പിന്നെ മെർജ് ചെയ്യുക. മെർജ് ചെയ്യുമ്പോൾ സാധാരണ സോർട്ടിങ് മെർജിങ് ഇത് വരുന്ന ആ ഒരു ടൈം കോംപ്ലക്സിറ്റി ഇവിടെ വരികയാണ്. കാരണം ഇപ്പുറത്തെ എല്ലാം സോർട്ടഡ് സെറ്റ് ആണ്, അപ്പുറത്തതെല്ലാം സോർട്ടഡ് സെറ്റ് ആണ്. അതിന്റെ കോംപ്ലക്സിറ്റി ആണ് പറയുന്നത്. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t(n)(2) പ്ലസ് cn. അവിടെ നമ്മൾ മുമ്പേ മാസ്റ്റർ മെത്തേഡിലെ a ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ എന്നുള്ളത് നോക്കുക. അതിനകത്ത് നിങ്ങൾ നോക്കിക്കോണം അതൊക്കെ. a ഈസ് ഈക്വൽ ടു 2. ഇവിടെ ഇപ്പൊ ഇതിനോട് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ a2ഉം b2ഉമായിരിക്കും. കണ്ടോ? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഈ എൻ ആണ്, സി ഇൻറ്റു എഫ് ഓഫ് എൻ എന്നുള്ള രീതിയാണ്. അപ്പം എന്നിട്ട് പറയാണ് ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി കാണാൻ പറയുക. അപ്പൊ ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് ഏതാണ്? 2 to the base 2, ദാറ്റ് ഈസ് 1. എന്നിട്ട് എഫ് ഓഫ് എന്നിനെ എൻ റേസ്റ്റ് ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി കമ്പയർ ചെയ്യാൻ പറയും. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എൻ ആണ്. ലോഗരിതം ഓഫ് എൻ റേസ്റ്റ് ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി മീൻസ് എൻ റേസ്റ്റ് ലോഗരിതം ഓഫ് 2 to the base 2, ദാറ്റ് ഈസ് എൻ. അപ്പൊ എഫ് ഓഫ് എൻ എന്ന് തന്നെയാണ്. അപ്പൊ ആ മെത്തേഡ് ശ്രദ്ധിച്ചോണം. ഇന്നലെ ഞാൻ കാണിച്ചു. ആ മെത്തേഡ് അനുസരിച്ച് ഇങ്ങനെ ഈക്വൽ ആയിട്ട് വന്നാൽ പിന്നെ തീറ്റ ഓഫ് എൻ ലോഗ് എന്നാണ് അതിന്റെ കോംപ്ലക്സ്. ഇനി ഇതാണ് ക്യൂബ്സോർട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇതിപ്പം 3ഉം 3ഉം 6ഉം 2ഉം 8 എലമെന്റ് ഉണ്ട്. എന്നിട്ട് ഇതിനെ പൈവോട്ട് എലമെന്റ് ഉണ്ട്. ഈ 5 എടുത്തിട്ട് ഇവിടുന്ന് കൂടുതൽ വരുന്നിടം വരെ മുമ്പോട്ട് പോവുക. മനസ്സിലായി? 2, 3, 4. ഇവിടെ വന്നപ്പോൾ കൂടുതൽ വന്നു 9. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വരിക 7. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ കുറവായി 4. അപ്പൊ അതിനെ ഇന്റർചേഞ്ച് ചെയ്യാം. 5ൽ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ വന്ന് 9ൽ വന്നപ്പോൾ കൂടുതലായി. 7ൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് അത് വന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കുറവായി. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യും. അതായത് എന്ത് ചെയ്യണം? 4നെ 9ന്റെ അങ്ങോട്ടും 9നെ 4ന്റെ അങ്ങോട്ടും മാറ്റും. ഇത് ഇങ്ങനെ മാറ്റും. അത് കഴിഞ്ഞ് പിന്നെയും പ്രൊസീഡ് ചെയ്യുക. 5നേക്കാളും വലുതായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ഇപ്പൊ 8. അതായത് 3, 2, 5 6ാമത്തെ എലമെന്റ് വന്നപ്പോൾ 8ൽ വന്നു. ഇവിടെ 6ാമത്തെ, ഇവിടെ 7 ആണല്ലോ, 8ൽ വന്നു. ഇതിനേക്കാൾ ചെറുത് കണ്ടു വന്നപ്പോഴത്തേനെ ഇവിടെ വന്നു. അതായത് 7ൽ നിന്ന് ഇതിനേക്കാൾ ഇവിടെ വന്നു 5ാമത്തെ എലമെന്റ്. അതായത് അതിന്റെ അർത്ഥം I5ഉം J6ഉം I6ഉം J5ഉം ആകുന്ന സമയത്ത് എപ്പോഴാണോ I6ഉം 3 അതെ I6ഉം J5ഉം ആകുന്ന സമയത്ത് നമ്മൾ ആ ith പൊസിഷനിലേക്ക് പാർട്ടീഷൻ എലമെന്റിനെ എടുത്തു വെക്കണം. അതായത് ഈ പൊസിഷനിലേക്ക് 5നെ എടുത്തു വെച്ചു, ഇതിനെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഇനി ഒന്ന് നോക്കിയേ, 5ന്റെ ലെഫ്റ്റിലല്ല അതിനേക്കാൾ ചെറുത്, 5ന്റെ റൈറ്റിലല്ല അതിനേക്കാളും വലുത്. അല്ല, ഇതിനെ ഇങ്ങോട്ട് മുമ്പോട്ട് പോവുക, കൂടുതൽ വരുന്നിടത്ത് നിൽക്കുക, 4ാമത് കൂടുതൽ വന്നു, ഇങ്ങോട്ട് വരിക, കുറഞ്ഞു വരുന്നിടത്ത് നിൽക്കുക. അപ്പൊ ഇതിപ്പം ഇങ്ങോട്ട് വരിക, ഇവിടെ വന്ന് ഇവിടെ വരുന്നു, അവിടെ നിൽക്കുന്നു. അതും കഴിഞ്ഞ് 2, 8ഉം കൂടി ഇന്റർചേഞ്ച് ചെയ്യുന്നു. പിന്നെ ഇതിങ്ങനെ മുമ്പോട്ട് വരുന്നു. മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം 5നേക്കാൾ വലുതായിട്ട് ഇവിടെ 8 വന്നു അല്ലേ? 8 വന്നു എന്ന് പറയുമ്പോൾ 3, 6ാമത്തേതിൽ 8 വന്നു. എന്നിട്ട് ഇതിനേക്കാൾ ചെറുത് വന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പം 6, 8, 7, 6, 5ൽ വെച്ച് ചെറുത് വന്നു. അപ്പൊ I6ഉമായി J5ഉമായി. I6ഉം J5ഉം ആയി കഴിഞ്ഞാൽ I ഗ്രേറ്റർ ദാൻ J. അവിടെ പിന്നെ വേറൊന്നും ചെയ്യണ്ട, പാർട്ടീഷൻ എലമെന്റിനെ എടുത്ത് ith പൊസിഷനിലേക്ക് വരിക. മനസ്സിലായി? പാർട്ടീഷൻ എലമെന്റ് ആണല്ലോ 5, അതിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. അതും കഴിഞ്ഞ് 5ാമത്തെ, എന്നിട്ട് ഇതിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇപ്പൊ ഇതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് സോർട്ടഡ് ആയിട്ട് വന്നു.
ഇത് വലിയൊരു ഇതാണ്. നിങ്ങൾ തന്നെ നോക്കുക. ഇത് ഒന്ന് ചെയ്ത് നോക്കുക. അതിന്റെ അൽഗോരിതം. മെർജ് സോർട്ടിന്റെ ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത് n log n, ബിഗ് ഓഫ് n log n. ഫോർ മെർജ് സോർട്ട് അതിനൊരു പ്രശ്നമുള്ളത്, ബിഗ് ഓഫ് n എക്സ്ട്രാ സ്പേസ് വേണ്ടി വരും മെർജ് ഓപ്പറേഷൻ. പിന്നെ അറേ ഓഫ് സ്മോൾ സൈസിന് സ്യൂട്ടബിൾ അല്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും സോർട്ടഡ് ആയിട്ട് തന്നെ. അടുത്താണ് പിന്നെ ഇതിന്റെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അതിനകത്ത് ഇതിന്റെ ഐഡിയ ഇതാണ്. ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അഡീഷനോ സബ്ട്രാക്ഷനോ പറയുന്നതിനേക്കാളും കോസ്റ്റ്ലിയാണ്. മൾട്ടിപ്ലിക്കേഷൻ അഡീഷനോ സബ്ട്രാക്ഷനോ പറയുന്നതിനേക്കാളും കോസ്റ്റ്ലിയാണ്. അപ്പൊ അഡീഷനോ സബ്ട്രാക്ഷനോ പറയുന്നതിനേക്കാളും കോസ്റ്റ്ലി ആയതുകൊണ്ട് സാധാരണ രീതിയിൽ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനിൽ 8 മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ 4 അഡീഷനും. ഇവിടെ നമ്മൾ സ്റ്റാർസൺ വരുമ്പോഴത്തേന് അത് 7 മൾട്ടിപ്ലിക്കേഷൻ 18 അഡീഷനോ സബ്ട്രാക്ഷനോ എന്നാണ് പറയുന്നത്. അപ്പം ഒരു ചെറിയ കോംപ്ലക്സിറ്റിയിൽ ഒരു കുറവ് വരുന്നുണ്ട്. ബിഗ് ഓഫ് n raised to 3 ആയിരുന്നു സാധാരണ ഉള്ളത്. ഇവിടെ റിഡ്യൂസ് ചെയ്ത് ബിഗ് ഓഫ് n raised to 2.81 ആണ്. ഒരല്പം കുറവ് ഇവിടെ വരുന്നത്. അതെങ്ങനെയായിരുന്നു? ഇതാണ് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ. ഇത് A11, A12, A21, A22, B11 എന്ന് പറയും. അപ്പം ഇത് റിസൾട്ട് നമുക്കെല്ലാം അറിയാം. A11 ഇൻറ്റു B11, A12 ഇൻറ്റു ഇതിന്റെ ഫസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് B11, A12 ഇൻറ്റു അങ്ങനെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതുപോലെ തന്നെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അതുപോലെ തന്നെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പൊ ഈ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം A11 ഇൻറ്റു B11, A12 ഇൻറ്റു B21 ഫസ്റ്റ് എലമെന്റ്, പിന്നെ A11 ഇൻറ്റു B12, A12 ഇൻറ്റു B22 C12, പിന്നെ A21 ഇൻറ്റു B11, A22 ഇൻറ്റു B21 C21, A21 ഇൻറ്റു B12, A22 ഇൻറ്റു B22 C22. ഇത്രയെണ്ണം വരും. കുറെ ഇത് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഇത് സിംഗിൾ എലമെന്റ് ആയിരിക്കണമെന്നില്ല, ഒരു വേറൊരു ഡിറ്റർമിനന്റോ അങ്ങനെ ആ രീതിയിൽ വരാം. ഇത്രയും സാധനം വരുന്നു. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു? ഇനി ഒരു സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ 1 2 3 4 3 4 1 2. അപ്പൊ C12 ആദ്യം C11 ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, 1 ഇൻറ്റു ഫസ്റ്റ് റോ കൊടുത്തു. അതുപോലെ തന്നെ 1 ഇൻറ്റു 3, 2 ഇൻറ്റു 1, അതുപോലെ തന്നെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, 1 ഇൻറ്റു 4, 2 ഇൻറ്റു 2, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, 3 ഇൻറ്റു 3, 4 ഇൻറ്റു 1, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു കോളം, 3 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 2. അപ്പൊ ഇവിടെ 5, 8, 13, 20 നമുക്ക് ആൻസർ ചെയ്യും. Now we are going to see what is Strassen. Strassen മെത്തേഡിൽ പറയുന്നത് ഇതാണ്. P is equal to A11 plus A22, B11 plus B22, Q is equal to A21 plus A22 into B11. ഇങ്ങനെ കുറെ വാല്യൂസ് P, Q, R, S, T, U, V എന്ന് പറയുന്ന ഇത്രയും വാല്യൂസ് നിങ്ങൾ കാണും. എന്നിട്ട് C11, C12, C21, C22 എന്ന് പറയുന്ന വാല്യൂസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കും. ഇനി നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ പറയുന്ന വാല്യൂസ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഈ പറയുന്ന വാല്യൂസ് നമുക്ക് കിട്ടും. P is equal to 25, Q is equal to 21, R is equal to നമുക്കറിയാമല്ലോ A11 എന്ന് പറഞ്ഞാൽ ഇതാണ്, A12 ഇതാണ്, A21 ഇതാണ്, A22 ഇതാണ്, B21 ഇതാണ്, B22 ആണ്, പിന്നെ B21. അങ്ങനെ ഇത് ഈ വാല്യൂസ് നോക്കുക. അപ്പം ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ P, Q, R, S, T, U, V ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് പറയുന്നുണ്ടോ ഇക്വേഷൻ C11 is equal to P plus S minus T plus V, that is P is equal to 25, S is equal to -8, T is equal to 6. അപ്പം 25 -8 -6
പിന്നെ വി ആ വരുന്നത്, വിയും പക്ഷെ മൈനസ് ആണ്, -6. ഇത് കുറച്ച് കഴിയുമ്പോൾ 5 എന്ന് കിട്ടും. T12 എന്ന് പറഞ്ഞാൽ R പ്ലസ് ടി, എന്താ 6 മൈനസ് R പ്ലസ് ടി, 6 രണ്ടും 8. C21 എന്ന് പറഞ്ഞാൽ Q പ്ലസ് എസ്, Q 21, എസ് -8 13. C22 എന്ന് പറയുന്നത് P പ്ലസ് ആർ മൈനസ് Q പ്ലസ് യു, P പ്ലസ് ആർ P 25 27, പിന്നെ Q എന്ന് പറയുന്നത് 21, യു എന്ന് പറയുന്നത് 35. അപ്പൊ ഇങ്ങനെ വരുമ്പോ 27 നിന്ന് എന്താ പറയുന്നത്, ഇത് 27 മൈനസ് ഇത് കുറച്ചിട്ട് 20 എന്നിട്ട് 25 27 21 6 14 6 20. അതേ റിസൾട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു വിത്ത് ലെസർ മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ആഡ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓവറോൾ കോംപ്ലക്സിറ്റി റിഡ്യൂസ്ഡ് ഫ്രം ബിഗ് ഓഫ് n raised to 3 to ബിഗ് ഓഫ് n raised to 2. ഇതാണ് അതിന്റെ ഇതായിട്ട് വരുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്ക് രണ്ട് അൽഗോരിതം, ഇത് ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. അതായത് ഡെപ്ത് ഫസ്റ്റ് സെർച്ചും അത് സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതി വരുന്ന ഒരു ഇതാണ്. ഇത് എങ്ങനെ ചെയ്യണം, ഇത് പറയാം, ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കണം. ഇപ്പൊ ആദ്യം ഡെപ്ത് ഫസ്റ്റ്, അത് സ്റ്റാക്ക് ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പോക്ക്. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിയുന്നത് തന്നെ ആദ്യം നമ്മൾ ഇതിനോട് ചേർന്നുള്ള എല്ലാം കൂടെ ഒന്നിച്ച്, അല്ലാതെ ഒന്നിനും പുറകെ ഒന്നെന്നുള്ള രീതിയില്ല. എ ബി സി ഡി ഇത്രയെണ്ണം ഒന്നിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. എ ബി ഡി, എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, സി ഉണ്ട്. ഇത്രയെണ്ണം വന്നു. ഇത്രയെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സിയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ പറ്റില്ല. ഉടനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലോ, സിയെ നമ്മൾ അങ്ങ് എടുത്ത് കാണും. എന്നിട്ട് ഡി ഉണ്ട്, ഡിയിൽ നിന്ന് നമ്മൾ ഈ ആഡ് ചെയ്യും. സിമ്പിൾ. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എ ഉണ്ട്, അതിനോട് കണക്റ്റഡ് ഉള്ളതല്ല, അതിനകത്ത് നമ്മുടെ ട്രീ പോലെ ഇതിനകത്ത് ഓർഡർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എ ബി സി ഡി, എ ബി ഇതുണ്ട്, എ ബി ഇത്രയും എണ്ണം ഒന്നിച്ചങ്ങോട്ട് കയറ്റി. എ ബി ഡി സി, എ ബി ഡി സി ഇത്രയും. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ആയിട്ട് സി നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ സി നമ്മൾ അങ്ങ് എടുത്തുക. സി അങ്ങ് എടുത്തു കളഞ്ഞപ്പോൾ ഇപ്പൊ നമുക്കവിടെ ഇപ്പുറത്ത് നിന്ന് ഈ ആടി ഇതിന്റെ പിന്നെ സ്പാനിങ് ട്രീ ആണ്. എ ബി ഡി സി, സിയിൽ നിന്ന് തിരിച്ച് ഡിയിലേക്ക് വന്നു, എന്നിട്ട് അവിടെ നമ്മൾ ഇയിലേക്ക്. ഇതേപോലെ തന്നെ അടുത്ത ക്യൂ. ക്യൂ നമുക്കറിയാലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒരു ആദ്യം ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് ആദ്യം, മറ്റേത് ലീഫോ ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അറിയാം എന്നുള്ള കണക്കൂട്ടിലാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ആദ്യം എൻട്രി ചെയ്യുന്ന ആദ്യം പോകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നോക്കുക, ആദ്യം എ ബി സി ഡി, എ ബി സി ഡി കണക്റ്റഡ് എല്ലാം കൂടെ ഇങ്ങനെ എ ബി സി. എന്നിട്ട് നമ്മൾ നോക്കുന്നു എയോട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഒന്നുമില്ല. എ നമ്മൾ എടുക്കുക, ബി സി ഡി, അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതും കഴിഞ്ഞ് നമ്മൾ നോക്കുന്നു ബിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ബി എടുക്കുക. പിന്നെ സിയും ഡിയും, സിയോട് കണക്ട് ചെയ്യാൻ വല്ലതുണ്ടോ എന്ന് നോക്കും. ഉണ്ട്, ഇ ആണ്, ഇ ആണ്. പിന്നെ ഓരോന്നായിട്ട് എടുക്കുക. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ആദ്യം എ ബി സി ഡി, എ സി ബി ഡി എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നു. പിന്നെ അതും കഴിഞ്ഞ് നമ്മളിവിടെ ബി സി ഡി വന്നു, സി ഡി ഉണ്ട്. സി ഡി കഴിഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ സിയിൽ നിന്ന് നമുക്ക് ഇ എടുക്കാം. എ കളഞ്ഞു, പിന്നെ ബി കളഞ്ഞു, സി ഡി വന്നു കഴിയുമ്പോൾ സിയോട് കണക്ട് ചെയ്യാൻ ഇ ഉണ്ട്, സിയോട് കണക്ട് ചെയ്യാൻ ഇ ഉണ്ട്. എ ബി ഡി അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്
ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി സി ഡി എന്ന് പറയുന്നത് ഇവിടെ അഡ്ജസന്റ് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ ഇത്രയേ ഉള്ളൂ 1 എന്ന് വരും. എന്നാൽ ഇത് ഡയറക്റ്റഡ് ആണെങ്കിൽ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം 1. വെയിറ്റ് ആണെങ്കിലോ വെയിറ്റ് നോക്കാം. എ ബി സി ഡി എ ബി സി ഡി നോക്കുക. എയിൽ നിന്നും ബിയിലേക്ക് കണക്ഷൻ ഉണ്ട്, സോ എ ടു ബി. അതുപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ബി ടു സി. ഇങ്ങനെ എല്ലാ എലമെന്റും ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല. നിങ്ങൾ ആ ഫിഗർ നോക്കുക. ആ എയിൽ നിന്ന് എയിലേക്കില്ല, ഏതായാലും ഒരു റോയുടെ പറയാം. എയിൽ നിന്ന് എയിലേക്കില്ല, അവിടെ 0 എന്ന് നമ്മൾ കൊടുത്തു. എയിൽ നിന്ന് ബിയിലേക്കുണ്ട്, അവിടെ നമ്മൾ 1 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ എയിൽ നിന്ന് സിയിലേക്കില്ല, 0 എന്ന് കൊടുത്തു. എയിൽ നിന്ന് ഡിയിലേക്കില്ല, 0 എന്ന് കൊടുത്തു. എന്നാൽ എയിൽ നിന്ന് ഇയിലേക്കുണ്ട്, അവിടെ നമ്മൾ 1 എന്ന്. ഇതേ രീതിയിൽ തന്നെ ബിയിൽ നിന്ന് എയിലേക്കും സിയിലേക്കും ഡിയിലേക്കും ഉണ്ട്. ബിയിൽ നിന്ന് എയിലേക്കും സിയിലേക്കും ഡിയിലേക്കും ഉണ്ട്, മറ്റിടത്തില്ല, 0 കൊടുത്തു. ഇവിടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് 0 വരാൻ വഴിയില്ല, കാരണം എയിൽ നിന്ന് അങ്ങോട്ട് ആരോ കൊടുക്കുകയാണ്. ഇനി അടുത്തത് സി ആണെന്ന് വെച്ചു. സിയിൽ നിന്ന് ബിയിലേക്കുണ്ട്, ഡിയിലേക്കുണ്ട്. സിയിൽ നിന്ന് ബിയിലേക്കുണ്ട്, ഡിയിലേക്കുണ്ട്, 0. ഡിയിൽ നിന്ന് സിയിലേക്കുണ്ട്, ബിയിലേക്കുണ്ട്, ഇയിലേക്കുണ്ട്, സി ബി ഇ, സി ബി ഇ, ബാക്കി 0. പിന്നെ ഇയിൽ നിന്ന് എയിലേക്കുണ്ട്, ഡിയിലേക്കുണ്ട്, ഇയിൽ നിന്ന് എയിലേക്കുണ്ട്, ഡിയിൽ, ബാക്കിയെല്ലാം 0. ഇതാണ് അഡ്ജസൻസി മെട്രിക്സ്. ഇനി ഇത് തന്നെ ഡയറക്റ്റഡ് ആണ്, മനസ്സിലായോ? ഇതേ സാധനം ഡയറക്റ്റഡ് ആണെങ്കിൽ എങ്ങനെ വരും? ഡയറക്റ്റഡ് ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് 1 കൊടുക്കും, ബിയിൽ നിന്ന് എയിലേക്ക് 1 കൊടുക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് 1 കൊടുക്കും, ബിയിൽ നിന്ന് സിയിലേക്ക് 1 കൊടുക്കും, സിയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കില്ല. നോക്കാം, എയിൽ നിന്ന് ബിയിലേക്ക് കൊടുത്തിട്ടുണ്ട് 1. അതുപോലെ എയിൽ നിന്ന് ഇയിലേക്ക് ഉണ്ട്, ബാക്കിയില്ല. ഇതുപോലെ ബിയിൽ നിന്ന് സിയിലേക്കുണ്ട്, ബിയിൽ നിന്ന് ഡിയിലേക്കുണ്ട്, ബിയിൽ നിന്ന് സിയിലേക്കുണ്ട്, ബിയിൽ നിന്ന് ഡിയിലേക്ക്, ബാക്കിയില്ല. ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലേക്കുണ്ട്, അത് മാത്രം, സിയിൽ നിന്ന് ഡിയിലേക്ക്. പിന്നെ ഡിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരിടത്ത് തൊട്ട് ഡി മുഴുവൻ 0 ആയി. ഇതേപോലെ തന്നെ ഇയിൽ നിന്ന് ഡിയിലേക്ക് മാത്രം, ഇതാണ്. ഇനി ഇതല്ല, വെയിറ്റ് ആണെങ്കിലോ, ഇവിടെ വരുമ്പം ഇത് വെയിറ്റ് ആണ്. 4, 3, 7, 9 ഇങ്ങനെ വാല്യൂസ് ഉണ്ട്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വെയിറ്റ് ഇട്ടു. അപ്പൊ വെയിറ്റിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷനാണ്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും നിങ്ങൾക്ക് അവിടെ 4 ഇടാം. എയിൽ നിന്ന് ബിയിലേക്കും ബിയിലേക്കും. ഇതേപോലെ തന്നെ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ബിയിൽ നിന്ന് ഡിയിലേക്കും ഡിയിൽ നിന്ന് ബിയിലേക്കും 14 ഇടാം. ബിയിൽ നിന്ന് ഡിയിലേക്കും ഡിയിൽ നിന്ന് ബിയിലേക്കും 14. അതുപോലെ ബാക്കിയെല്ലാം ഇയിൽ നിന്ന് ഡിയിലേക്കും ഡിയിൽ നിന്ന് ഇയിലേക്കും 9 ഇടാം. എയിൽ നിന്ന് ഇയിലേക്കും ഇയിൽ നിന്ന് എയിലേക്കും 7 ഇടാം. ഇതുപോലെ വാല്യൂസ്, അത് നിങ്ങൾ തന്നെ ആ ഫിഗർ ഒന്ന് നോക്കുക. ഇതാണ് അതിൻ്റെ ഇത്. ആ ഫിഗർ നോക്കുക, വെയിറ്റും നോക്കുക. സ്ലൈഡ് ഷെയർ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചു. ഇനി ഒരു ഗ്രാഫ് ഒക്കെയാണ് അഡ്ജസൻസി ലിസ്റ്റ്. ഈ അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അഡ്ജസൻസി ലിസ്റ്റ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റിലോ ഇതിനകത്ത് ഡേറ്റ പോർഷനും ഉണ്ട്, പോയിന്റർ പോർഷനും. ലിങ്ക്ഡ് ലിസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഇതിലാണ് ഞാൻ ഈ പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇടും. ഇതിപ്പം എയിൽ നിന്ന് ബിയിലോട്ടും ഇയിലോട്ടും ഉണ്ട്.
എയിൽ നിന്ന് ബിയിലോട്ടും ഇയിലോട്ടും പിന്നെ ഇല്ല. മനസ്സിലായ? ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നല്ല, എയിൽ നിന്ന് ബിയിലോട്ടുണ്ട്, എയിൽ നിന്ന് ഇയിലോട്ടുണ്ട്. അല്ല എയിൽ നിന്ന് ബിയിൽ നിന്ന് അങ്ങനെ അങ്ങനെ വിചാരിച്ചേക്കരുത്. പിന്നെ ബിയിൽ നിന്ന് സിയിലോട്ടും ഉണ്ട്, ബിയിൽ നിന്ന് ഡിയിലോട്ടും ഉണ്ട്, ബിയിൽ നിന്ന് എയിലോട്ടും ഉണ്ട്, ബിയിൽ നിന്ന് എയിലോട്ടുണ്ട്, സിയിലോട്ടുണ്ട്, ഡിയിലോട്ടുണ്ട്. പിന്നെ സിയിൽ നിന്ന് ഡിയിലോട്ടും സിയിൽ നിന്ന് ബിയിലോട്ടും, സിയിൽ നിന്ന് ബിയിലോട്ടും സിയിൽ നിന്ന് ഡിയിലോട്ടും. പിന്നെ ഡിയിൽ നിന്ന് സിയിലോട്ടും ഡിയിൽ നിന്ന് ഇയിലോട്ടും ഡിയിൽ നിന്ന് ബിയിലോട്ടും, ഡിയിൽ നിന്ന് ബി സി. പിന്നെ ഇയിൽ നിന്ന് ഡി, ഇയിൽ നിന്ന് എ. അപ്പൊ ഇതാണ് കണക്ട് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പൊ ഇത് പിന്നെ കുറച്ച് ഇതുണ്ട്, കുറച്ച് സിമ്പിൾ ബേസിക് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ നോട്ട്. ഇതാണ് ഒരു കംപ്ലീറ്റ് ഗ്രാഫ്, എല്ലാം കണക്റ്റഡ്. നിങ്ങളുടെ നോട്ട് ഇത് വരുന്നുണ്ട്. ഇത് എന്ന് പറയുന്ന സാധനം ഇത് ഒരു ലൂപ്പാണ്, ഇതൊരു സൈക്കിളാണ്. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിനകത്തുണ്ട്, നോക്കാം. ഞാൻ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ അൺഡയറക്റ്റഡ് ഉണ്ട്, ഡയറക്റ്റഡ് ഉണ്ട്. ഡയറക്റ്റഡ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിന്റെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതായിരിക്കണം അൺഡയറക്റ്റഡ്, ഇത് ഡയറക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. പിന്നെ കണക്റ്റഡ്, ഇവിടെ കണ്ടോ, ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ്, ഇത് നോട്ട് കണക്റ്റഡ്, ഇത് വേറെയാണ്, ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. ബി സി എന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിനോട് ചേർന്ന് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ ബി സിയെ നമ്മൾ അഡ്ജസന്റ് എന്ന് പറയും. പിന്നെ ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അതിനോട് എത്ര എലമെന്റ്സ് അതിനകത്തേക്ക് വന്ന് ചാടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 3 വെർട്ടെക്സ് ആയിട്ട് 3 എഡ്ജ് ഉണ്ടെങ്കിൽ അതിനോട് കണക്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി 3 ആണ്. ഡിയുടെ ആണ് 4. ഇതിപ്പോ ഡി ആണ്, അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഡി 1 2 3 4. അതുപോലെ തന്നെ സിക്ക് 1 2 3 വരുന്നുള്ളൂ. ടു ഒബ്വിയസ് ആണ്, കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മള് സിക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച് അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. ഇത് സൈക്ലിക് ഗ്രാഫാണ്. അത് നിങ്ങളുടെ ബുക്കിനകത്തുണ്ട്, കംപ്ലീറ്റ് കണക്ട് ചെയ്തിരിക്കും സൈക്ലിക്. ഇനി ഇങ്ങനെ രണ്ടെണ്ണം കൂടെ പറയുന്നുണ്ട്. ഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യൂസ് ടു റെപ്രസെന്റ് പ്രിസീഡൻസ് റിലേഷൻ ഓർ ഡിപ്പെൻഡൻസ് ഓൺ നെറ്റ്വർക്ക്. അതായത് ഡയറക്റ്റഡ് ഗ്രാഫാണ്, പക്ഷെ അതിനകത്ത് സൈക്കിൾ ഇല്ല. ഇപ്പൊ പറഞ്ഞ പോലത്തെ സൈക്കിൾ ഇല്ല ഡയറക്റ്റ്. പിന്നെ strongly connected maximum set of vertices where m subset of b എന്ന് പറഞ്ഞാൽ മൊത്തം vertices such that every pair of vertices in m മൊത്തം vertices അല്ല are mutually reachable. അതിന്റെ ഒരു strongly connected. ഈ സബ്സെറ്റിന്റെ അകത്തെ ഇത് 2 സബ്സെറ്റാണ്. ഇത് എല്ലായിടത്തു നിന്നും മറ്റിടത്തേക്ക് റീച്ചബിൾ ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. ഇതില് ഇപ്പൊ പറഞ്ഞതില് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മറ്റേ സോർട്ടിന്റെ അല്ല, ഞാൻ ഈ പറഞ്ഞതില് നിങ്ങളുടെ ഈ അഡ്ജസൻസി ഇതുകൊണ്ട് ലിസ്റ്റ് കൊണ്ടുള്ള ആ കണക്ഷനും, പിന്നെ ആദ്യത്തെ അൽഗോരിതം ഗ്രാഫിന്റെ കാര്യത്തില് DFSഉം അതിന്റെ സ്പാനിങ് ട്രീയും ക്യൂവും അതിന്റെ സ്പാനിങ് ട്രീ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. നമുക്ക് ആ നോട്ടില് നോക്കാം. നിങ്ങളുടെ നോട്ടില് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള 1-2 പ്രോബ്ലം കിടപ്പുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഏതായാലും നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക,
പിന്നെ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് എടുക്കുന്നു, ആ മെത്തേഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ഒരു സെറ്റ് എടുക്കുന്നു, സെറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് ഓരോ സബ്സെറ്റിനും സൊല്യൂഷൻ കാണുന്നു, ആ സൊല്യൂഷൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഫൈനൽ വലിയ സൊല്യൂഷൻ. അവിടെയുള്ള കൺസ്ട്രെയിന്റ് എന്താണെന്ന് വെച്ചാൽ there must be a set which is suitable for recursive calling. അതായത് പല പല ഇതായിട്ട് തിരിച്ച് ചെയ്യത്തക്ക വിധം റിക്കർസീവ് കോളിങ്ങിന് പറ്റുന്ന ഒരു സെറ്റ് നമുക്കുണ്ടായിരിക്കണം. അതർവൈസ് DNC ഫെയിൽസ്, അല്ലെങ്കിൽ DNC എഫിഷ്യന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെറ്റ് ഇല്ലെങ്കിൽ യു കനോട്ട് കോൾ റിക്കർസീവ്ലി ദ സെയിം ഫംഗ്ഷൻ. ഇതിന്റെ എഫിഷ്യൻസി വരുന്നത് റിക്കർസീവ് ആയിട്ട് നിങ്ങൾ ആ ഫംഗ്ഷനെ പിന്നെയും പിന്നെയും കോൾ ചെയ്യുന്നതുകൊണ്ട്. നമുക്ക് ആ നോട്ട് ഒന്ന് നോക്കാം. നോട്ടിനകത്ത് ഒരു പ്രോബ്ലം പേജ് 36 ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കാം, അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഇത് വായിക്കുമ്പം ഇതൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് ഈ ഒരു സെറ്റ് 9, 13, 15, 24, 26 ഇങ്ങനെ ഒരു സെറ്റ് തന്നിരിക്കാം. ഇവിടെ നമുക്ക് 26 നമ്മൾ സെർച്ച് ചെയ്യും. ഉടനെ 3, 6, അപ്പൊ ഇതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് ഇവിടെ ലോവർ 0 ആയിട്ട് തന്നെ എടുക്കുന്നത്, മറ്റേ 6 ആയിട്ട് എടുത്തിരിക്കുന്നു. 0യും 6ഉം കൂടെ എടുക്കുക. 0, 1, 2, 3. A of 3യിൽ നമ്മൾ A of 3യിൽ നോക്കുമ്പോൾ 24 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 26 ആണ്, അത് കൂടുതലാണ്. അപ്പൊ ഏത് പോർഷനിലേക്ക് പോകണം? അപ്പർ പോർഷനിലേക്ക് പോകണം. അതിവിടെ പറയുന്നുണ്ട്. X greater than A of 3. X will be searched in a subarray consisting of elements which are to be the right of the റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ പോർഷൻ, റൈറ്റിലേക്ക് നമുക്ക് പോകണം. അപ്പം ഇനിയിപ്പോ പോകേണ്ടത് അപ്പർ പോർഷനിലേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലോവർ ഇൻഡെക്സ് 0യും അപ്പർ ഇൻഡെക്സ് 6ഉം ആയിട്ടാണ് പോയത്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ അടുത്ത ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്നത് മിഡിൽ ഇൻഡെക്സ് പ്ലസ് 1 ആയി. മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആയിരുന്നു. നോക്കാം. കണ്ടോ? അടുത്ത ലോവർ ഇൻഡെക്സ് മിഡിൽ ഇൻഡെക്സ് പ്ലസ് 1, ദാറ്റ് ഈസ് 3 + 1 = 4. അപ്പർ ഇൻഡെക്സ് സെയിം ആയിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്, 6. സോ അപ്പൊ പുതിയ മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആണ്, അല്ലെ? മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ A ഓഫ് മിഡിൽ ഇൻഡെക്സ് നോക്കുമ്പോൾ പിന്നെയും 27 ആണ്. നമുക്ക് വേണ്ടത് 26 ആണ്. അപ്പം 26 ആയതുകൊണ്ട് ഇതിനകത്ത് തന്നിരിക്കുന്ന 27 ആണ്, നമുക്ക് വേണ്ടത് 26 ആണ്. അപ്പൊ നമ്മൾ ലോവർ പോർഷനിലേക്ക് പോകും. ലോവർ പോർഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത അപ്പർ എന്ന് പറയുന്നത് മിഡിൽ ഇൻഡെക്സ് -1 ആയി, അല്ലെ? അപ്പൊ അപ്പർ ഇൻഡെക്സ് മിഡിൽ ഇൻഡെക്സ് -1 എന്ന് പറയുമ്പോൾ അപ്പർ ഇൻഡെക്സ് 4 ആണ്. ഇവിടെ മിഡിൽ ഇൻഡെക്സ് 5 ആയിരുന്നല്ലോ, ഇവിടെ അപ്പർ ഇൻഡെക്സ് 4 ആയി, ലോവർ ഇൻഡെക്സ് 4 ആയി, മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 4 ആയി. A ഓഫ് മിഡിൽ ഇൻഡെക്സ് നോക്കുമ്പോൾ ദേ കറക്റ്റ് 26. ഇതാണ് ഇതിന്റെ വർക്ക്. അതായത് 0ന്നും 6 എടുത്തു, അതിന്റെ നേർ പകുതി കണ്ടു. അവിടെ വെച്ച് ഇതെല്ലാം എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുതാണെന്ന് കണ്ടാൽ ലെഫ്റ്റ് പോർഷനിലേക്ക് പോകും, വലുതാണെന്ന് കണ്ടാൽ റൈറ്റ് പോർഷനിലേക്ക്. അപ്പൊ ലെഫ്റ്റ് പോർഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പർ പിന്നെ മിഡിൽ -1 ആക്കണം, മറ്റേത് അങ്ങനെ തന്നെ നിൽക്കും. മറ്റടുത്തേക്ക് പോകണമെങ്കിൽ ലോവർ മിഡിൽ +1 ആക്കണം. ഇതിങ്ങനെ റെക്കസീവ് ആയിട്ട് ചെയ്തുകൊണ്ടേ. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ചെറിയ സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ചോദിച്ചാൽ ഈ എക്സാമ്പിൾ ചെയ്താലും മതി. ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇവിടെ 17 ആണ് നോക്കും.
17 നോക്കാം. അപ്പൊ ഈ സെറ്റ് എടുക്കാം. ലോവർ ഇൻഡെക്സ് 0, അപ്പർ ഇൻഡെക്സ് 6. എന്നിട്ട് മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പൊ 0 + 6/2 3. എന്നിട്ട് എ ഓഫ് മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് എ ഓഫ് 3 എടുത്തു 24 ആണ്. പക്ഷെ അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അത് കൂടുതലാണ്. നമ്മൾ സ്മോളർ പോർഷനിലേക്ക് പോകും. സ്മോളർ പോർഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ലോവർ അങ്ങനെ തന്നെ കിട്ടും, അപ്പർ മിഡിൽ -1 ആയിരിക്കും. ഇവിടെ മിഡിൽ 3 ആണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പർ ഇൻഡെക്സ് മിഡിൽ -2 ആണ്, ലോവർ ഇൻഡെക്സ് 0, 0, 1, 2 ഈ പോർഷനിലേക്ക് വന്നു. അപ്പം 0യും 2യും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ മിഡിൽ 1 ആണ്. അപ്പൊ എ ഓഫ് 1 30 പറ്റുകയില്ല. കാരണം എ ഓഫ് 1 = 30, നമ്മൾ പോകുന്നത് 17 ആണ്. അപ്പറിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ലോവർ എന്ന് പറയുന്നത് മിഡിൽ +1 ആക്കണം. കഴിഞ്ഞ തവണത്തെ മിഡിൽ എന്ന് പറയുന്നത് പിന്നെ 2 ആയി. അപ്പൊ ഇവിടെ അവിടെ വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ മിഡിൽ +1 ആക്കി 3 ആയി. അതായത് ഇവിടെ വന്നത് മിഡിൽ 2 ആയിരുന്നു, ഇത് മിഡിൽ 3 ആയി. അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആയി. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇതാണ് ഇത് ഫെയിൽ ആകുന്ന കണ്ടീഷൻ ഈ പറയുന്നത്. ലോവർ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ അപ്പർ ഇൻഡെക്സ്, മീനിങ്ലെസ്. അതിന്റെ അർത്ഥം എന്താ? there is no such element. 17 എലമെന്റ് ഇതിനകത്തുണ്ടോ? ഇല്ല. നോ സച്ച് എലമെന്റ്. ദിസ് അൽഗോരിതം ഫെയിൽ ആകുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ 2 എണ്ണം എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ബൈനറി സെർച്ചിന്റെ പിന്നെ സോർട്ടിങ് അൽഗോരിതം. ഇതാണ് സോർട്ടിങ് അൽഗോരിതത്തിന്റെ സിമ്പിൾ. ഇത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. അതായത് അവിടെ നമ്മൾ പറയാണ്, അരേ പറയാണ്, ഇത്രയും എന്നിട്ട് പറയുന്നു ഇല്ലസ്ട്രേറ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ 2 ആയിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ 2 ആക്കി, 4 അപ്പുറത്തും 4 അപ്പുറത്തും ഞാൻ തിരിച്ചു. എന്നിട്ട് ഈ അരേ ഈസ് ഡിവൈഡഡ് ഇൻടു 2 സബ് അരേസ്. എന്നിട്ട് ഈ സബ് അരയെ സാധാരണ ഇങ്ങനെയല്ല, 2 ആക്കിയും കൂടെ ഡിവൈഡ് ചെയ്യും. ഈ സബ് അരയെ 2 സോർട്ട് ചെയ്യും. അപ്പൊ ഫുൾ സോർട്ടിങ് നടന്നു. അതായത് ഇതിനെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന ഓട്ടമാണ്. ഇങ്ങനെ ഫുൾ സബ് അരേ സോർട്ട് ചെയ്തു, ഇതിനെ സോർട്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ മെർജ് ചെയ്യും. മെർജ് ചെയ്തപ്പോൾ 15, 17, 18 എന്നിട്ട് ഈ 20 ഇങ്ങോട്ട് വന്ന കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? ഇത് വെറും മെർജിങ് അല്ല, എഗെയിൻ എമർജിങ് ആൻഡ് സോർട്ടിങ് നടക്കും. മനസ്സിലായി? വെറും മെർജിങ് അല്ല, എഗെയിൻ എമർജിങ് ആൻഡ് സോർട്ടിങ് നടക്കുന്നതുകൊണ്ട് ദിസ് ടൈപ്പ്. ഇതുപോലെ തന്നെ ഒരു സോർട്ടിങ് ആണ്, മെർജിങ് സോർട്ടിങ് ആണ്. അതിൽ നിന്ന് വായിച്ചു നോക്കുക. ഇതേ പ്രോസസ് തന്നെയാണ്. അവിടെ തീറ്റ ഓഫ് ലോഗ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞു. ഇനി ഇതിനകത്ത് തന്നെ ഈ ക്വിക്ക് സോർട്ടിന്റെ ഒരെണ്ണം, ഡിവൈഡ്, കോൺകർ ഒക്കെ പറയുന്നുണ്ട്. നല്ല എക്സാമ്പിൾ കിടപ്പുണ്ടായിരുന്നു. ഏതായാലും ഇതില്ലെങ്കിൽ ഞാൻ ആ സ്ലൈഡിൽ കാണിച്ച എക്സാമ്പിൾ നോക്കിയാലും മതി. ഇതിനകത്ത് കാരണം എന്താ വെച്ചാൽ ഇത് ലെങ്തി ആണ്. പിന്നെ ഞാനൊരു ഇത് ഇട്ടല്ലോ, അത് നിങ്ങൾക്ക് ശരിക്കും അത് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെടുക്കുക. വ്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കറക്റ്റ് ആയിട്ടല്ല, എനിക്ക് തോന്നുന്നു ഇച്ചിരി വലുതാണ്, മറ്റേ ഇത് ചെറുതാണ്. ഇതിനെ പറ്റി പറഞ്ഞു. ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ വർക്ക്. C11, C12 ഇത് ഒരു ഇതാണ്. ഇതൊരു റിസൾട്ടന്റ് മെട്രിക്സ് ആണ്. C11 എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞാൽ A11 ഇൻറ്റു B11, A12 ഇൻറ്റു B21, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വാല്യൂസ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് n/2 മെട്രിക്സ് കണ്ടോ, ഇത് വലിയ മെട്രിക്സ് ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത്രയും ഇത് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ എക്സാമ്പിൾ വെച്ച് ചെയ്താൽ മതി. കാരണം ഇത് എക്സാമിന്റെ സമയത്ത് ഇത്രയും വലിയതൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ബുദ്ധിമുട്ടാണ്. അതാണ് എന്താണ് ഞാൻ പറഞ്ഞത്, ഇതിന് 4 മെട്രിക്സസ് ചേർന്നിട്ട് ഉള്ള ഒരു എയും ബിയും ആണ് ഈ പറയുന്നത്. A11 എന്നൊക്കെ പറയുമ്പം
A12 A21 ഇങ്ങനെയാണ് ഈ പറയുന്നത്. അതിനകത്ത് തന്നെ ഒരു 2x2 ആണ് ഉദ്ദേശിക്കുന്നത്. അത് വേണമെന്നില്ല, മറ്റത് ചെയ്താൽ നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ മറ്റേതായിരിക്കും സൗകര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് മുമ്പേ പറഞ്ഞ PQRST എന്ന് പറഞ്ഞ അതേ സാധനം ഇതിനകത്ത് M1 M2 M3 എന്ന് പറഞ്ഞതേ ഉള്ളൂ. A11 + A22 ഇൻറ്റു ദിസ് M2 M3 M4 M5 ഇങ്ങനത്തെ വാല്യൂസ് കൊടുക്കുന്നു. എന്നിട്ട് C11 നമ്മൾ അതിനകത്ത് PQRS എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ഈ പറഞ്ഞ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ബിഗ് ഓഫ് ഇതാണ് പറഞ്ഞത്. ബിഗ് ഓഫ് n⁻².83 എന്ന് പറഞ്ഞൊരു ഇത് 81 എന്ന് പറഞ്ഞൊരു ഇതായിട്ട് വരും. അത് log a⁻⁵ എന്നുള്ള രീതിയിൽ അത് 7 എടുത്തോണ്ടൊക്കെ ചെയ്യുന്നു. അത്രയ്ക്കൊന്നും നിങ്ങൾ പറയണമെന്നില്ല. കാരണം ഇവിടെ ഇപ്പം 7t of n/2 എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇപ്പം എന്ന് പറയുമ്പം log a⁻⁵. log a എന്ന് പറയുന്നത് അപ്പം 7 ആവും, b എന്ന് പറയുന്നത് 2 ആവും. log a⁻⁵ എന്ന് പറയുമ്പോൾ log 7⁻², that is 2.81. So big of 2.81. കഴിഞ്ഞ തവണ ബിഗ് ഓഫ് n² ആയിരുന്നു. അപ്പൊ n² കുറച്ചുകൂടെ n³ ആയിരുന്നു. ബിഗ് ഓഫ് n³ ആയിരുന്നെങ്കിൽ ഇവിടെ ബിഗ് ഓഫ് n⁻².81 ആണ്. അവിടെ ഒരുപാട് റിഡക്ഷൻ വന്നു എന്നാണ് പറയുന്നത്. ഇത് ഈ നമ്മുടെ നൊട്ടേഷൻ തന്നെ A11 A12 ഇങ്ങനത്തെ അതുണ്ട്. ഇതൊരു നേരിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. കുറെ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് അതെ ആ വാല്യൂസ് കൊടുത്തിട്ട് വാല്യൂസ് വെച്ച് ചെയ്തിരിക്കുക. ഇതാണ് ഗ്രാഫിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഗ്രാഫിന്റെ അതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എഡ്ജസ് എന്ന് പറയുന്നത്. എഡ്ജസ് ആണിത്. അപ്പം നേരത്തെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ലിസ്റ്റാണ് ലിങ്ക്. ഇത് സിമ്പിൾ ഗ്രാഫ്, മൾട്ടി ഗ്രാഫ്, അൺഡയറക്റ്റഡ്, ഒരു ഡയറക്ഷൻ ഇല്ലാത്ത അൺഡയറക്റ്റഡ് ഗ്രാഫ്. പിന്നെ ഡയറക്റ്റഡ് ഗ്രാഫ്, ഇതൊക്കെ ഡയറക്ഷൻ ഉണ്ട്. ഡയറക്റ്റഡ് ഗ്രാഫ്, പിന്നെ കണക്റ്റഡ് ഗ്രാഫ്. അഡ്ജസൻസി മെട്രിക്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് നമ്മളൊന്നും കണ്ടതാണ്. ഇതിപ്പോ മിക്കവാറും A to B ഒക്കെ കണക്ഷൻ ഉള്ള ഒരു ഗ്രാഫ് ആയിരിക്കണം. A to B ഉണ്ട്, അതുപോലെ A to C ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ B to E. ഇപ്പൊ ഇത് മാത്രം നോക്കാം. A to B യും A to C യും ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് A to B എന്നുള്ളിടത്തും A to C എന്നുള്ളിടത്തും 1 ആയിരിക്കും. A to B എന്നുള്ളിടത്തും A to C എന്നുള്ളിടത്തും 1 ആണ്. അതുപോലെ തന്നെ C to B എന്നുള്ളിടത്തും C to ഈ പറഞ്ഞ C എടുത്ത് കഴിയുമ്പോൾ ആ സിയുടെ അവിടെ അത്ര എടുത്ത് 1 വരുന്നുണ്ട്. അഡ്ജസൻസി ലിസ്റ്റ് ഇതാണ് നമ്മൾ മുമ്പേ നോക്കിയ ആ സിമ്പിൾ നോക്കിയാൽ മതി. അതായത് ഇപ്പൊ 0-ൽ നിന്ന് 1-ലേക്കും 4-ലേക്കും 1-ലേക്കും 4-ലേക്കും പോകുന്നുണ്ട്. പിന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ വിചാരിച്ചേക്കരുത് 0-ൽ നിന്ന് 1-ലോട്ട് പോയിട്ട് 1-ൽ നിന്ന് അങ്ങനൊന്നുമില്ല. ഗ്രാഫാണ് 0. അതുപോലെ തന്നെ 1-ൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്, 1-ൽ നിന്ന് 0-ലേക്ക് പോകുന്നുണ്ട്, 1-ൽ നിന്ന് 4-ലേക്ക് പോകുന്നുണ്ട്, 1-ൽ നിന്ന് 3-ലേക്ക് പോകുന്നുണ്ട്, 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നത് ഇങ്ങനെ ഇതാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആ ലിങ്ക് ലിസ്റ്റിലെ ഒരു നോഡാണ്. ഡയറക്റ്റ് സൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ആ മറ്റേ നോട്ടും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതൊന്ന് ഓടിച്ച് ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഈ നോട്ടൊന്ന് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കി. ഇത് ഇച്ചിരി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുക. പക്ഷെ ഇത് പോരാ, നിങ്ങളുടെ മെറ്റീരിയലിന് ഇത് പോരാ.
ഇവിടെ ജനറൽ മെത്തേഡ് ആയിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നു. ഡിവൈഡ് ദ പ്രോബ്ലം ഇൻടു എ നമ്പർ ഓഫ് സ്മോളർ സബ് പ്രോബ്ലംസ്, എന്നിട്ട് കോൺകർ ചെയ്യുക, സ്മോളർ സബ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. ഫിഗർ നിങ്ങളുടെ ആ വരച്ച ഫിഗർ വരച്ച അത് ഇച്ചിരി നല്ലതാണ്. പ്രോബ്ലത്തിനെ ഇങ്ങനെ പലതാക്കിയിട്ട് സബ് പ്രോബ്ലം 1, സബ് പ്രോബ്ലം 2, എന്നിട്ട് അതിനെ ചെയ്ത് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഡിവൈഡ് സ്പ്ലിറ്റിംഗ് സബ് പ്രോബ്ലംസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഡിറ്റക്ടിങ് കൗണ്ടർഫീറ്റ് ഡൂയിങ്, ചെറിയ സിമ്പിൾ എക്സാമ്പിൾസ് പറയുന്നത്. ഡി ആൻഡ് സി, ഇതിപ്പം ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഡി ആൻഡ് സി ഓഫ് പി, ഇപ്പോഴത്തെ നിങ്ങളുടെ ബുക്കിൽ ഇതൊന്നും കാണുന്നില്ല. ഈ സ്മോൾ ഓഫ് പി ചെറുതാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ, ചെറുതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, നേരിട്ട് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇത് ഒരു വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങ് സൊല്യൂഷൻ പറയാം. ഡിവൈഡ് പി ഇൻറ്റു സ്മോളർ ഇൻസ്റ്റൻസസ്, അതായത് P1 P2 to Pk എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അപ്ലൈ ഡി ആൻഡ് സി ടു ഈച്ച് ഓഫ് ദീസ് സബ് പ്രോബ്ലംസ്, ദെൻ കമ്പൈൻ. G of n, ഇതാണ് ഞാൻ പറഞ്ഞത്. G of n n സ്മോൾ ആണ്. അതർവൈസ് T of n1 പ്ലസ് T of n2 പ്ലസ് ഇങ്ങനെ വന്ന് T of nk, k സബ് പ്രോബ്ലം ഉണ്ട്, പ്ലസ് f of n. ഇവിടെ പറയുന്നുണ്ട് വേർ T of n is the time for D and C on any input of size n. G of n is the time to compute the answer directly for small parts. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഫംഗ്ഷൻ f of n is the time for dividing P and combining the solution. അതായത് മറ്റേ ഓവർ ഹെഡുകളാണ് f of n ൽ വരുന്നത്. T of n, G of n നോക്കി. അതുപോലെ ബൈനറി സെർച്ചിന്റെ കാര്യം പറയാണ്. ഇവിടെ ഒരു ബൈനറി സെർച്ച് പറയുന്നുണ്ട്. ഗിവൻ എലമെന്റ്സ് ഇങ്ങനെ സോർട്ട് ചെയ്ത് കിടക്കുകയാണ്. -1 ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. -1 ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ മിഡ് നോക്കണം. മിഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് 0 + 14/2 7 ആയിരിക്കും. അപ്പം A of 7 0 1 2 3 4 5 ഇതെല്ലാം 32 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ലോവർ പാർട്ടിലേക്ക് പോകും, less than middle element in the list. So the search process continue with the first half. ഫസ്റ്റ് ഹാഫിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ മിഡ് -1 ആണ്. ഇവിടെ മിഡ് 7 ആണ്. അപ്പൊ അപ്പർ പിന്നെ 6 ആണ്. എന്നിട്ട് അതിന്റെ ബൈ 3 ആവും. ലോവർ പഴയ പോലെ തന്നെ നിൽക്കുക, 0യും 3യും അല്ലെ. 0യും 3യും വന്നു കഴിയുമ്പോഴത്തേന് 0യും 3യും കൂടെ 0 ലോ ആയിട്ടും അത് കഴിഞ്ഞിട്ട് സെർച്ച് കീസ് ലെസ് ദാൻ മിഡിൽ എലമെന്റ് 0 3. അപ്പം നൗ മിഡ് ഈസ് 3. മിഡ് 3 ആയിരിക്കുമ്പോൾ A of 3 നോക്കുന്നു, സെർച്ച് കീസ് ലെസ് ദാൻ മിഡിൽ എലമെന്റ്. നൗ മിഡ് ഈസ് 3. മിഡ് എന്ന് പറയുന്നത് 0 1 2 3 5, 5-നേക്കാളും ചെറുതാണ്. അപ്പൊ പിന്നെയും മിഡ് താഴോട്ട് വന്നു. ഇപ്പം മിഡ് ഇപ്പം 3 ആണെന്നുണ്ടെങ്കിൽ മിഡ് പിന്നെ അടുത്ത മിഡ് 2 ആണ്. മറ്റേ 0 + 2 വന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ മിഡ് 1 ആകും. പുതിയ മിഡ് 1 ആകും. 0 1 നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് -1 ആണ്. മിഡ് ഈസ് ഈക്വൽ ടു -1. സക്സസ് ആയി ഫൗണ്ട് അറ്റ് പൊസിഷൻ. ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ലോവർ ഹൈയേക്കാളും കൂടുതലായിട്ട് വരും. അപ്പൊ അതൊരു മീനിങ്ലെസ് എന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇത് ആയത് ഞാൻ മുമ്പ് പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ ഹൈയും മിഡും എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്തുനിന്ന് -151 -14 9 കിട്ടാവുമെന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇതുപോലെ തന്നെ ലോ 0 ആയിട്ട് കിട്ടുന്നുണ്ട് 14. അപ്പൊ നമ്മള് 7 എടുക്കുന്നു ആദ്യം. എന്നിട്ട് A of 7 നോക്കുന്നു. അങ്ങനെ മിഡ് 7 ആണ്. അപ്പൊ A of 7 നോക്കി കഴിയുമ്പോഴത്തേന് അത് 54 ആണ്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ 151 വരുമ്പോഴത്തേന് പിന്നെ കാണാതെ വരുമ്പം ഹൈയിലേക്ക് വരുന്നു. ഇങ്ങനെ പ്രോസസ് ചെയ്യും. നമ്മളൊന്ന് കണ്ടതാണ്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. only sorted list, അതാണ് ഇതിന്റെ പ്രോബ്ലം ഉള്ളത്. ബൈനറി സെർച്ച് ക്യാൻ ബി ഡൺ only on sorted list. sorted അല്ലെങ്കിൽ ഇത് പറ്റില്ല.
ഫാസ്റ്റർ ദാൻ സീക്വൻഷ്യൽ സെർച്ച്. സീക്വൻഷ്യൽ സെർച്ചിനേക്കാളും ഫാസ്റ്റ് ആണ്. എഫിഷ്യൻസിയെ പറ്റി പറയുന്നുണ്ട്. ബെസ്റ്റ് കേസ് എഫിഷ്യൻസി പറയുന്നുണ്ട്. ബിഗ് ഓഫ് എന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ എലമെന്റ് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ബെസ്റ്റ് കേസ് ബിഗ് ഓഫ് ലോഗ് എന്ന് പറയുന്നുണ്ട്. ആവറേജ് അത് തന്നെ, ബിഗ് ആവറേജ് സെയിം തന്നെയാണ് അതിനകത്ത് വരുന്നത്. മാക്സിമം മിനിമം ഇതിപ്പോ നിങ്ങൾക്ക് ഇല്ല എങ്കിലും ഞാൻ ഇതൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഒരു സെറ്റ് എടുത്തിട്ട് അതിന്റെ മാക്സിമം മിനിമം കാണുന്നത് ഇതാണ് ശരിക്കും ഒരു ഡിവൈഡ്. ഇത് നിങ്ങൾക്ക് ഇല്ല എങ്കിലും ഡിവൈഡ് ആൻഡ് കോൺകർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇത്രയും എലമെന്റിന്റെ മാക്സിമവും മിനിമവും കാണണം അല്ലെ. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ 1 2 എന്നിട്ട് 3 4 5 6 7 8 9. അപ്പൊ ഇത് 3 ആണ്. ഈ രണ്ടെണ്ണമാക്കാൻ അവിടെ പറ്റിയല്ല. അവിടെ നമ്മൾ 1 2 എന്ന് കൊടുത്തിട്ട് മാക്സിമം 22ഉം മിനിമം 13. ഇതേപോലെ തന്നെ 3 അവിടെ മാക്സിമം മിനിമം 3 ആണ്. -5 -5. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ മാക്സിമം മനസ്സിലായി. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ മാക്സിമം ഇവിടെ കൊടുത്തു 1ഉം. അപ്പം ഇത്ര എണ്ണം ഉണ്ടല്ലോ, 1 2 ഉണ്ട് 3 ഉണ്ട്. അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് ഈ പറയുന്ന 22 ഇവിടെ കൊടുക്കും. അതിന്റെ മിനിമം എന്ന് പറയുന്ന ഇത് ഇവിടെ കൊടുക്കും. ഇതേപോലെ ഇവിടെ വന്നപ്പോ 4ഉം 5ഉം വന്നു അല്ലെ. 4 ഇവിടെ 4ഉം 5ഉം വന്നു. അപ്പം 1ഉം 3ഉം പിന്നെ 4ഉം 5ഉം. 4ന്റെയും 5ന്റെയും കൂടെ മാക്സിമം 15ഉം മറ്റേത് -8. ഇതിന്റെ മാക്സിമം ഇവിടുന്ന് എടുത്താണ്. അതാണ് റിക്കർസീവ്ലി കോഡിങ്. 22ഉം ഇതും വന്നു. എന്നിട്ട് ഇതിന്റെ മാക്സിമം 22ഉം എടുത്തു. മിനിമം -5 -8 പറഞ്ഞാൽ -8 ആയിരിക്കുമല്ലോ മിനിമം. -8 അവിടെ പോകും. ഇങ്ങനെ അവിടെ വന്നു. അതും കഴിഞ്ഞ് അപ്പൊ ഇവിടെ നമ്മള് ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇത് ഇതിന്റെ മാക്സിമം മിനിമം കണ്ടു. ഇനി ഇതിന്റെ മാക്സിമം മിനിമം കണ്ടു. 6ഉം 7ഉം കൊടുത്തു 60 മാക്സിമം 17. 8ഉം 9ഉം കൊടുത്തു 47. അപ്പൊ അത് 6 7 8 9 അതിന്റെ മാക്സിമത്തിന്റെ മാക്സിമം 60ഉം മിനിമത്തിന്റെ മിനിമം 17 ഇവിടെ. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന്റെ മാക്സിമം ഓഫ് ദീസ് ടു ഹിയർ മാക്സിമം, മിനിമം ഓഫ് ദീസ് ടു ഹിയർ മിനിമം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും സംശയമോ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഈ ഇത് നോക്കുക. ഇത് നോക്കിക്കഴിഞ്ഞ് അതായത് ഇത് നോക്കുക. ഇത് സ്ലൈഡ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ നോട്ട് നോക്കുക. അപ്പൊ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത്, സ്ലൈഡിനകത്ത് സ്ലൈഡിനകത്ത് ന്യൂമറിക്കൽ ആയിട്ടുള്ളതെല്ലാം കറക്റ്റാണ്. നോട്ട്സിൽ അവിടെ ഇവിടെ പ്രിന്റിങ് ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ട്. പക്ഷേ എങ്കിൽ സിന്റാക്സും കാര്യങ്ങളും എല്ലാം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ നോട്ടിലാണ്. അപ്പൊ ആ സിന്റാക്സ് അതെപ്പോഴും നോക്കണം സ്ലൈഡിന്റെ കൂടെ. സ്ലൈഡിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ സ്ലൈഡിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലൈഡ് ഇന്ന് രാത്രി തന്നെ ഞാൻ അടുത്ത നമ്പറിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ.